കർത്താവിന് നന്ദിയോടെ പിന്നെയും സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ മനോഹരമായ രാത്രി വീണ്ടും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കിയ കൃപകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സന്തോഷത്തോടെ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. ഓരോ സെഷനിലും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരേണ്ടതൊക്കെ തരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രതീക്ഷയോടെ നമുക്കൊരുമിച്ച് ഇന്ന് രാത്രിയിലും ദൈവസന്നിധാനത്തിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരിക്കാം. ദൈവവചന കേൾവി നമ്മളെ ഒരുപാട് ബലപ്പെടുത്താനിടയായി തീരും. ഒത്തിരി ശക്തീകരിക്കാൻ ദൈവമായ കർത്താവ് സഹായിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പല വിഷയങ്ങളുടെയും പരിഹാരം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവമായ കർത്താവ് തരാനിടയാകും. ഏറിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് ആ കാര്യങ്ങൾക്കെല്ലാം പുതുവഴികൾ തുറക്കപ്പെടുന്നത് ദൈവവചന കേൾവിയിലൂടെ ആയിരിക്കുമെന്ന് വേദപുസ്തകത്തിനകത്ത് തെളിവുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ ഏൽപ്പിച്ച് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും കർത്താവ് നമുക്ക് വേണ്ടി, വചനം കേൾക്കുന്നവർക്ക് വേണ്ടി ദൈവം പുതിയ വഴികളെ തുറക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കും എന്നത് സ്തോത്രമോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ തിരുവെഴുത്തിൽ ഞാൻ എപ്പോഴും വചനത്തിന് ആമുഖം പറയുമ്പോൾ ഓർപ്പിക്കുന്നത് പോലെ നിങ്ങളെ ഓരോ സന്ദേശത്തിന് മുമ്പിലും കർത്താവിൻ്റെ വചനത്തിന് നമ്മളിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്നും വചനം എത്രത്തോളം ശക്തീകരിക്കപ്പെട്ട നിലവാരത്തിൽ നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളതിനെക്കുറിച്ചല്ല, നമ്മുടെ വിഷയത്തിൽ വചനം ഏത് വിധത്തിൽ ഇടപെടുമെന്നുള്ളതെല്ലാം നമുക്ക് തിരുവെഴുത്തിലൂടെ തന്നെ കാണാൻ ഇടയാക്കുന്ന വസ്തുതയാണ്. വിശേഷിയാൽ സ്തോത്രം നമ്മൾ യോശുവയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ യോശുവ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് ദൈവമായ കർത്താവിൻ്റെ നിയോഗം ഏറ്റെടുത്ത് മോശയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ ജനത്തെ നയിക്കാനും കനാൻ്റെ മണ്ണ് അവർക്ക് ഗോത്രങ്ങൾക്ക് വീതിച്ചു കൊടുക്കാനൊക്കെയായിട്ട് ദൈവം നിയോഗിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവമായ കർത്താവ് നിയോഗിക്കും, പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം നിയോഗിച്ചവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനിടയാകുന്നത്. സ്തോത്രം. നേരത്തെ ഒരു പ്രോഗ്രാം ഷീറ്റ് കൊടുത്തിട്ട് ഇന്ന സ്ഥലത്തെത്തുമ്പോൾ ഇന്നതുപോലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ നടക്കുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ മുമ്പോട്ട് നീങ്ങുമ്പോൾ ദൈവമായ കർത്താവ് ആ സമയത്ത് അതിൻ്റേതായിരിക്കുന്ന വിടുതലുകൾ നൽകാനിടയായിത്തീരും. സ്തോത്രം. യോർദാൻ്റെ തീരത്ത് നിൽക്കുന്ന സമയത്ത് മുമ്പോട്ടെങ്ങനെ പോകണ്ടെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന പ്രത്യേക ഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനത്തോട് യോശുവ പറയുന്നൊരു വാക്കുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ് യോശുവയുടെ പുസ്തകത്തിൽ. അതിലൊന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ രാത്രിയിലെ ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യോശുവ ഇസ്രായേൽ മക്കളോട്, ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞു. എപ്പോഴാണ് ഈ സംഭവം എന്ന് ആ പശ്ചാത്തലം, 3-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇസ്രായേൽ മക്കൾ 3 ദിവസമായിട്ട് യോർദാൻ്റെ തീരത്ത് അക്കരയ്ക്ക് കിടക്കാൻ ഒരു വഴിയില്ലാതെ, മാർഗമില്ലാതെ തമ്പടിച്ചിരിക്കുന്ന സമയമാണ്. ദൈവമായ കർത്താവ് യോശുവ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രഭാതം കഴിയുന്ന സമയത്ത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്ന സമയത്തെല്ലാം ദൈവം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അക്കരയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് എങ്ങനെയാണെന്നുള്ള കാര്യം യോശുവയോട് പറഞ്ഞു കൊടുത്തില്ല. യോശുവയെ ഉയർത്തിയേക്കാമെന്നും മനുഷ്യൻ്റെ മുമ്പാകെ മാനിച്ചേക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും യോർദാൻ കടക്കുന്നതിനെക്കുറിച്ച് അവിടെ പരാമർശനമില്ല. അപ്പോൾ ആ സമയത്ത് ജനത്തെ എല്ലാവരെയും കൂടി വിളിച്ചിട്ട് യോശുവ പറയുകയാണ്, യോർദാൻ്റെ തീരത്ത് വെച്ച് ഇവിടെ വന്ന് യഹോവയുടെ വചനം കേൾപ്പീൻ. സ്തോത്രം. അപ്പോൾ ആ സന്ദർഭത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴിയില്ലാതിരിക്കുന്ന സമയത്ത്, അക്കരെ കിടക്കുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന വേളയിൽ, ആ സന്ദർഭത്തിൽ, സ്തോത്രം, ആ സന്ദർഭത്തിൽ യോശുവ ജനത്തോട് പറയുന്നു, ഇവിടെ വന്ന് വചനം കേൾക്കാൻ. അങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിലാണ് ദൈവത്തിൻ്റെ പെട്ടകം, സ്തോത്രം, ഈ യോർദാനിലേക്ക് കൊണ്ടുവരാനുള്ള ആഹ്വാനം ഉണ്ടാകുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾ വിശ്വസിക്കണം, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ കാര്യം നടക്കുമെന്നുള്ളതിന് സർവശക്തനായ ദൈവം ഒരു നടത്തിപ്പുണ്ടാക്കാനിടയാകും. എപ്പോഴും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് പോലെ കേവലം ഒരു സ്തോത്രം, ഒരു ചരിത്രം വിസ്തരിക്കുന്നതോ, ഒരു ഹിസ്റ്ററിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ പറയപ്പെടുന്നതോ അല്ല, മറിച്ച് മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ വഴിത്തിരിവാക്കാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം കേൾക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത വഴിയെ ദൈവം ഉണ്ടാക്കുകയാണ്. സ്തോത്രം. വചനം കേൾക്കുന്നവരുടെ മുമ്പിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ചോദ്യത്തിന് മറുപടി തരാൻ
സർവശക്തനായ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ യോർദാൻ്റെ തീരത്തിരിക്കുന്നത് പോലെ പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഇരിക്കുന്ന ജനത്തിനു വേണ്ടി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാർഗം ദൈവം കാണിച്ചു തരാൻ, അതിൻ്റെ ഒരു സൊല്യൂഷൻ ദൈവം പറഞ്ഞു തരാൻ ദൈവമായ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഈ രാത്രിയിലും യോഗത്തിലിരിക്കുന്ന ആരെങ്കിലും ഇനിയുള്ള മുന്നോട്ടുള്ള ഗമനത്തിൻ്റെ മാർഗം കാണാതിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യോഗത്തിൽ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരുടെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാതെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ചില വഴികളെ തുറന്നു തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരായ ദൈവമക്കൾ ദൈവസന്നിധിയിൽ അല്പസമയം സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനത്തെ കർത്താവ് നമ്മുടെ മധ്യത്തിലൊരു വഴി തുറക്കലാക്കി മാറ്റണം, ഒരു മുന്നേറ്റമാക്കി മാറ്റണം. സഭയുടെ മുമ്പിൽ കിടക്കുന്ന വിഷയത്തെ കടന്നക്കര കയറാൻ യോർദാന്റെ തീരത്ത് നിൽക്കുന്നത് പോലെ ഒരു അവസ്ഥയാണെങ്കിൽ ഇതിനപ്പുറം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അതിലേക്ക് എത്തിപ്പറ്റാൻ ഒരു മറുകര കയറാൻ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ആത്മാവ് ചില വഴികൾ പറഞ്ഞു തരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കേണ്ടതിനായി നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം കൂടി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനെ ഒരു വഴി ഇന്ന് രാത്രി തുറക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. റേഖാമാന ശംധന ജനദിയാന ആത്മനിറവോടെ അന്യഭാഷയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരുവാൻ, വഴിയില്ലാത്തടത്ത് വഴിയുണ്ടാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ഐഡിയകൾ, അങ്ങനെയായിരിക്കും ഒരുപക്ഷെ നല്ലത്. ഇതുവരെയും നിന്റെ മുമ്പിൽ ബ്ലാങ്കായി കിടക്കുന്ന ചില വിഷയങ്ങൾ, എന്താ ചെയ്യണ്ടെന്ന് അറിയാത്ത വിഷയങ്ങൾ, ആരാ സഹായിക്കുന്നതെന്ന് അറിയാത്ത വിഷയങ്ങൾ, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പുതിയ വഴികളെ തുറക്കാൻ, യോർദാനിനക്കരയുള്ള അവകാശത്തെ എത്തിപ്പിടിക്കാൻ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുപ്പാൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന നാഥ. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരുങ്ങുന്ന എല്ലാ ദൈവിക ദൂതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവാത്മാവിൻ്റെ സഹായവും ദൈവത്തിൻ്റെ കൃപയും കർത്താവിൻ്റെ ശക്തിയും എല്ലാം ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ മേൽ കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിക്കുകയും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയൊക്കെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ സന്ദേശം പരിശുദ്ധാത്മാവ് ഇടപെട്ട് അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിലെ ആദ്യത്തെ അധ്യായത്തിനകത്ത് സ്തോത്രം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് രാവിലെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. സ്തോത്രം 5-ാമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ച്: യേശു ക്രിസ്തു സ്തോത്രം യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. സ്തോത്രം, സ്നാനം ലഭിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് രാവിലെ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്. 6 പ്രധാനപ്പെട്ട വാക്കുകൾ പരിശുദ്ധാത്മാവിനെ പരാമർശിക്കുന്നത് നമ്മൾ സ്തോത്രം പഠന സൗകര്യാർത്ഥം അല്ലെങ്കിൽ ആ വിഷയത്തെ അധികമായി അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 6 പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം, അതിനകത്തെ 3 എണ്ണം, ആദ്യത്തെ 3 എണ്ണം പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ അച്ചാരം, പരിശുദ്ധാത്മ മുദ്ര. അത് 3 എണ്ണം. അത് കഴിഞ്ഞിട്ട് അടുത്ത 3 എണ്ണം പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ പകർച്ച, പരിശുദ്ധാത്മ അഭിഷേകം. സ്തോത്രം, സാധാരണ രീതിയിൽ നമ്മൾ ഈ വാക്കുകളെല്ലാം പറയുന്നതാണ്. പക്ഷേ അതൊരു അടുക്കും ചിട്ടയിലും പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സ്തോത്രം ഈ രാത്രിയിലും പകലുമായിട്ട് ശ്രമിക്കുന്നത്. സാധാരണ ഇത് ഓവർലാപ്പ് ചെയ്ത് ചിലപ്പോൾ ഇതെല്ലാം ഒരുപോലെയായിട്ട് തോന്നും. ഒരുപോലെയുള്ള പര്യായ പദങ്ങളല്ല, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവും ദൈവസഭയും അല്ലെങ്കിൽ ദൈവജനവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലുള്ള പ്രത്യേകമായിരിക്കുന്ന ഇടപെടലുകളാണ്. സ്തോത്രം, അത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ 3 കാര്യങ്ങൾ, പരിശുദ്ധാത്മ സ്നാനവും പരിശുദ്ധാത്മ അച്ചാരവും പരിശുദ്ധാത്മ മുദ്രയും,
ഇത് മൂന്നും ഒരു വൺ ടൈം, ഒറ്റ പ്രാവശ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. സ്തോത്രം. ആവർത്തിച്ച് വരുന്നതല്ല. പരിശുദ്ധാത്മ സ്നാനം സ്തോത്രം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ സാന്നിധ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിന് കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നമ്മളെ സ്നാനം കഴിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു വാക്യം വായിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ കാര്യത്തെ അതിൻ്റെ ചിത്രം നന്നായി ബോധ്യമായിരിക്കും. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കാമോ? യഹൂദന്മാരോ യവനന്മാരോ നാം എല്ലാവരും ഏക ശരീരം ആകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു. സ്തോത്രം. ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. പൗലോസ് ആ കാര്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. വിവിധ വിഭാഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സഭയിലേക്ക് വരുന്നവർ, അതാണല്ലോ എഴുതിയിരിക്കുന്നത്. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ, അങ്ങനെ വിവിധ വിഭാഗത്തിൽ നിന്ന് കർത്താവിൻ്റെ സഭയിലേക്ക് വരുന്ന ആളുകൾ അവരെല്ലാവരും കൂടെ ഏക ശരീരമാകണം. സ്തോത്രം. ഒരു ബോഡി. അതാണ് കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ കാഴ്ചപ്പാട്. ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നെല്ലാം വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകൾ, അത് ചിലപ്പോൾ വലിയവൻ കണ്ടേക്കാം, ചെറിയവൻ കണ്ടേക്കാം, ദാസന്മാർ കണ്ടേക്കാം, യജമാനന്മാർ കണ്ടേക്കാം, യഹൂദൻ കണ്ടേക്കാം, യവനൻ കണ്ടേക്കാം. ഇങ്ങനെ വിവിധ നിലവാരത്തിൽ നിന്ന് സഭയിലേക്ക് വരുന്ന ആളുകളെ എല്ലാവരെയും ഒറ്റ ശരീരമാക്കുന്നത് പരിശുദ്ധാത്മ സ്നാനമാണ്. സ്തോത്ര. ഹല്ലേലൂയ. വേറെ സ്തോത്രം ഏതൊക്കെ നിലവാരത്തിൽ വന്നാൽ അവരെ ഒറ്റ യൂണിറ്റായി നിർത്തുന്നത് ആത്മസ്നാനം കൊണ്ട് സഭയ്ക്കകത്തൊരു ശരീരത്തിൻ്റെ ഭാഗമാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കൊണ്ടാണ്. സ്തോത്രം. അപ്പോൾ ഏക ശരീരമാകുമാറ്, അങ്ങനെ ഒരു വാക്കല്ലേ ഞങ്ങളിവിടെ കണ്ടത്? ഏക ശരീരം ആകുമാറ്. അപ്പോൾ ഒരു ശരീരമാകാൻ ഒരു മെമ്പർഷിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുകയല്ല, ഒരു സഭയിലേക്ക് ടൈറ്റ് കൊടുക്കുകയല്ല. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ് സഭയാകുന്ന ശരീരത്തിൻ്റെ ഭാഗമാകാൻ നമ്മളെ സഹായിക്കുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മ സ്നാനം കൊണ്ട്. എന്നിട്ട് എഴുതിയിരിക്കുന്നു എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇത് രണ്ടും രണ്ട് കാര്യമാണ്. സ്നാനം എന്ന് പറയുന്നത് ആത്മനദിയിലേക്ക് ഇറങ്ങി നമ്മൾ മുങ്ങുന്നതാണെങ്കിൽ, സ്തോത്രം, പാനം എന്ന് പറയുന്നത് ആത്മാവിനെ അകത്തേക്ക് സ്വീകരിക്കുന്നതാണ്. സ്തോത്ര. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം ദൈവസഭയിലേക്ക് വരുമ്പോൾ, കർത്താവിൻ്റെ സഭയുടെ ഭാഗമാകുമ്പോൾ, കർത്താവ് നമ്മളെ പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ സ്തോത്ര സഭയുടെ ഭാഗമാക്കുന്നു. അതിനകത്ത് വന്ന ആളുകൾ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുകയാണ്. നമ്മൾ ആ വാക്കുകൾ വിശദീകരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യത്തത് പരിശുദ്ധാത്മ സ്നാനമാണ്. രണ്ടാമത്തത് പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം എന്ന് പറയുന്നത്, സ്തോത്രം, അതും നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിനകത്തൊക്കെ എഴുതി. 2 കൊരിന്ത്യർ തന്നെ ഒന്നുകൂടെ നോക്കിക്കുക. 2 കൊരിന്ത്യർ അതിൻ്റെ സ്തോത്രം 1-ാമത്തെ അധ്യായം, 2 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം, 1-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. 22-ാമത്തെ വാക്യം. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം, സ്തോത്രം, നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. രണ്ടാമത്തെ പദമാണ് പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം എന്ന് പറയുന്നത്. അച്ചാരം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഭാഷയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്തോത്രം. ആ ഭാഷ, സ്തോത്രം, അത് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിൽ തരുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഉറപ്പ് പോലെയാണ്. ഒരു കച്ചവടം നടക്കുമ്പോൾ നമ്മളൊരു അഡ്വാൻസ് കൊടുക്കുന്നു, ഒരു അച്ചാരം കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ ബിസിനസ് നടക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ്. സ്തോത്രം. എന്നതുപോലെ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലാണ് ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ സിസ്റ്റവും നടന്നുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം, അല്ലെങ്കിൽ അതിനൊക്കെ മുമ്പുള്ള കാലഘട്ടം പരിശോധിച്ചാൽ, ഇപ്പം നമ്മൾ യോസേപ്പിൻ്റെ കാര്യത്തിനകത്തൊക്കെ മനസ്സിലാക്കുന്നൊരു വസ്തുതയുണ്ട്. സ്തോത്രം. യോസേപ്പ് മിസ്രൈമിൽ ചെന്ന് മിസ്രൈമിലായിരിക്കുന്ന സമയത്താണ് ക്ഷാമം നിമിത്തം ഗോത്രപിതാക്കന്മാർ യോസേപ്പിനെ ഒറ്റിക്കൊടുത്ത വിറ്റുകളഞ്ഞ സഹോദരന്മാർ ക്ഷാമം നിമിത്തം മിസ്രൈമിൽ ധാന്യത്തിന് വേണ്ടി വരുന്നത്. അപ്പോൾ ആ സമയത്ത് യോസേപ്പിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയാവുന്ന സംഭവമാണത്. തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അവർ ധാന്യമൊക്കെ കൊടുത്ത് തിരിച്ചവരെ പറഞ്ഞയക്കുക.
തിരിച്ചവിടെ പറഞ്ഞയക്കുന്ന സമയത്ത് സ്തോത്രം അവരുടെ ചാക്കിൻ്റെ വായ്ത്തലയ്ക്കകത്ത് അവർ കൊണ്ടുവന്ന ധാന്യവും യോസേപ്പിൻ്റെ പാനപാത്രവും കെട്ടി തിരിച്ചു കൊടുത്തു വിടുകയാണ്. തിരിച്ചു കൊടുത്തു വിടുന്ന വഴിക്ക് വീണ്ടും സ്തോത്രം ഒരു ഗ്രഹവിചാരകനെ പറഞ്ഞയച്ച് തടഞ്ഞു നിർത്തി. യജമാനൻ്റെ പാനപാത്രം കാണുന്നില്ല എന്ന് പറഞ്ഞവരെ തടഞ്ഞു നിർത്തുന്നു. അവർ പരമാർത്ഥികളാണെന്ന് കൈമലർത്തി കാണിക്കുന്നു. ചാക്കിൻ്റെ വായ്ത്തലകൾ അഴിക്കുമ്പോൾ സ്തോത്രം പാനപാത്രം ഒരുവൻ്റെ ചാക്കിനകത്തിരിക്കുന്നു. അത് വീണ്ടും പ്രശ്നമാകുന്നു. നിങ്ങൾക്കറിയാലോ, തിരിച്ചു വരുന്നു. ആ സമയത്ത് യോസേഫ് പറയുന്നു, നിങ്ങൾ ഒറ്റുകാരാണ്, നിങ്ങളെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞ് ഒരു ഡ്രമാറ്റിക്കലായിട്ട് ആ കാര്യങ്ങൾ നടന്നു വരുമ്പോൾ സ്തോത്രം അവർ പരമാർത്ഥം പറയുന്ന സമയത്ത് പറയുന്നു, ഞങ്ങളുടെ ഒരു സഹോദരൻ സ്തോത്രം വീട്ടിൽ അപ്പൻ്റെ കൂടെയുണ്ട്. അപ്പോൾ യോസേപ്പ് ചോദിക്കുന്നു, അവനെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്ന അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ സമ്മതിക്കും, നിങ്ങളിനി വന്നില്ലെങ്കിലോ. അതുകൊണ്ട് അവിടെ പറയുന്നൊരു പ്രയോഗമുണ്ട്, ഈ ബെന്യാമീനെ ഇവിടെ കൊണ്ടുവരും എന്നുള്ളതിന് തെളിവിനായി, അതിൻ്റെ ഉറപ്പിനായി ഒരാൾ ഇവിടെ നിൽക്കണം. സ്തോത്രം. അങ്ങനെ അവിടെ ഒരുവനെ, സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനെ ബന്ധിച്ച് അവിടെ ആക്കുകയാണ്. സ്തോത്രം. അങ്ങനെയുള്ളൊരു പ്രക്രിയയ്ക്ക് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു സ്ഥിതിയാണ് അവരെ അച്ചാരം നിൽക്കുക. സ്തോത്രം. പുരാതന കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ പോലും ആ വാക്ക് സ്തോത്രം കേട്ടിട്ടുണ്ട്, അച്ചാരം നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിന് ഉറപ്പ് നിൽക്കുന്ന നിലവാരത്തിൽ. സ്തോത്രം. അപ്പോൾ മാനുഷികമായി ചിലപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിനകത്ത് 1000 രൂപയായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും അതിനുവേണ്ടി കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ അച്ചാരമായി തന്നിരിക്കുന്നു. എന്തിന്? സ്തോത്രം. 2-3 കാര്യത്തിനാണ്. ഒന്ന്, നമ്മുടെ കർത്താവ് മടങ്ങി വന്ന് നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായി തന്നിരിക്കുന്നതാണ്. ദൈവസഭയ്ക്ക് അച്ചാരമായി തന്നിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ദൈവം നമ്മെ സഹായിക്കുമെന്നും ദൈവം നമ്മെ കരുതുമെന്നും ഒരാവശ്യമുണ്ടെങ്കിൽ ദൈവം നമ്മളെ കൈവിടില്ലെന്നും ഇതിനെല്ലാത്തിനും ദൈവമായ കർത്താവ് നമുക്ക് ഉറപ്പ് തരുന്നത് സ്തോത്രം പരിശുദ്ധാത്മാവിലൂടെയാണ്. അതിന് റോമാലേഖനം 8-ാം അധ്യായത്തിനകത്തൊരു വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ആ വാക്യം ഇങ്ങനെയാണ്, സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. 8-ാം അധ്യായത്തിലെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേരേ. സ്തോത്രം. 8-ാം അധ്യായം, റോമാലേഖനം 8-ാം അധ്യായം. റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഒരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിനകത്ത് ആ വാക്യം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട്, ആ വാക്ക് നോക്കി. സ്തോത്രം. സ്തോത്രം. 16-ാമത്തെ വാക്യം, 8-16. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. സ്തോത്രം. ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. അപ്പം എന്താ സാക്ഷ്യം പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് ആ വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത്. എന്താ സാക്ഷ്യം പറയുന്നത്? നാം ദൈവത്തിൻ്റെ മക്കളെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട്, സ്തോത്രം, നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുക. സ്തോത്രം. അതിൻ്റെ രഹസ്യം എന്താ? അപ്പം നമുക്കൊരു പ്രതിസന്ധി നേരിടുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത്, നമ്മൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മീക ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്, ഒത്തിരി വിഷയങ്ങളിൽ സഹായിക്കുന്നു. അതേതൊക്കെ കാര്യമാണെന്നുള്ളത് നമ്മളൊരു വലിയ ലിസ്റ്റ് എടുക്കണം. അതിലൊന്നാണ് ഇവിടെ പറയുന്നത്. രാവിലെ ഞാൻ പറഞ്ഞു, പ്രാർത്ഥനാമുറിയിൽ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടെന്നുള്ള കാര്യങ്ങൾ ദൈവാത്മാവാണ് നമുക്ക് ബോധ്യമാക്കി തരുന്നത്. ഈ വാക്യത്തിനകത്ത് ഈ വാക്ക് പറയുന്നത് നമ്മളോട് സാക്ഷ്യം പറയുക. എന്തിനാ സാക്ഷ്യത്തിൻ്റെ ആവശ്യം? സഭാമധ്യത്തിൽ ഒരാൾക്ക് സാക്ഷ്യം പറയാൻ അവസരം കൊടുക്കുന്നു. അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ നമ്മൾ സാക്ഷ്യം പറയുന്നു. എന്താ സാക്ഷ്യത്തിൻ്റെ ഉദ്ദേശം? നമ്മൾ 1 മണി ആക്കാനുള്ള ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൈം അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. അല്ലെങ്കിൽ ഒരാളെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ. ഒരാൾ വന്നു, അപ്പോൾ അദ്ദേഹത്തിന് ഇച്ചിരി സമയം കൊടുത്തില്ലെങ്കിൽ പുള്ളി നാളെ വന്നില്ലെങ്കിലോ എന്നോർത്തുകൊണ്ടൊരു അക്കോമഡേഷൻ അല്ലാതെ പിന്നെ എന്തിനാ? ഇരിക്കുന്ന ആളുകൾക്ക് ആ സ്തോത്രം, അവരുടെ അനുഭവം മറ്റുള്ളവർക്ക് ബലം പകരുന്നതാണ്. നമ്മളെ കഷ്ടത്തിൽ നിന്ന് വിടുവിച്ച, നമ്മളെ രോഗത്തിൽ നിന്ന് വിടുവിച്ച, നമ്മൾ ഒറ്റയ്ക്ക് നിന്നപ്പോൾ നമ്മളെ തകരാതെ മറ്റുള്ളവരുടെ നടുവിൽ മാനിച്ച ഒരു ദൈവമുണ്ടെന്ന് നമ്മളൊരു മനുഷ്യനോട് സാക്ഷ്യം പറയുമ്പോൾ ആ സാക്ഷ്യം അവരുടെ ജീവിതത്തിന് ബലം പകരുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ സാക്ഷ്യത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടീച്ചിങ് അല്ല. സാക്ഷ്യത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ധൈര്യപ്പെടുത്തി നിർത്തുക, ബലപ്പെടുത്തി നിർത്തുക. സാക്ഷ്യം പറയുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോളണം, സാക്ഷ്യത്തിൻ്റെ ഉദ്ദേശം നമ്മളെ തന്നെ ഉയർത്താനല്ല, നമ്മളെ വലിയവരാക്കി കാണിക്കാനല്ല. പിന്നെയോ ആരൊക്കെയോ തളർന്നിരിക്കുന്നവർ കാണും, ആരൊക്കെയോ ക്ഷീണിച്ചവർ കാണും. അപ്പൊ നമ്മുടെ സാക്ഷ്യത്തിന് മറ്റൊരുത്തനെ കരുത്തനാക്കാനുള്ള കഴിവുണ്ട്. രാത്രി അങ്ങനെയുള്ള ആളുകൾ ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കുക. എല്ലാവരും പ്രസംഗികരല്ല, എല്ലാവരും പ്രബോധകരല്ല, എല്ലാവരും പ്രവാചകരല്ല. പക്ഷെ ഇതിനകത്ത് എല്ലാവർക്കും റോളുണ്ട്.
നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ സാക്ഷ്യം നന്നായി പറഞ്ഞാൽ തന്നെ ആത്മാക്കൾ രക്ഷിക്കപ്പെടും. നമ്മുടെ സാക്ഷ്യം നന്നായിട്ട് അവതരിപ്പിച്ചാൽ തന്നെ നമ്മൾ വന്ന വഴികൾ, സ്തോത്രം, ഹല്ലേലൂയ, എപ്പോഴും ഓർത്തോളണം, നമ്മുടെ സാക്ഷ്യങ്ങൾ കഷ്ടങ്ങളും പ്രയാസങ്ങളുമാണ് നമുക്ക് സാക്ഷ്യം തരുന്നത്. വലിയ വേദനകൾ, പ്രയാസങ്ങൾ, ഒറ്റപ്പെടലുകൾ, തള്ളപ്പെടലുകൾ, ഇതൊക്കെയാണ് പലപ്പോഴും സാക്ഷ്യമായി മാറുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തതകൾ, ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, അല്ലെങ്കിൽ നമുക്കുണ്ടായ കഷ്ടത, നമുക്ക് ആർക്കും നേരിടാത്ത ചില വിഷയങ്ങൾ, സ്തോത്രം, യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം സംഭവിച്ച പല പല വിഷയങ്ങൾ, ആ വിഷയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നൊരു ദൈവമുണ്ട്. അത് അനുഭവിച്ച ദൈവത്തിൻ്റെ മക്കൾ തകരുമെന്ന് തോന്നിയപ്പോൾ, തകർക്കുമെന്ന് തോന്നിയപ്പോൾ പൗലോസ് കൊരിന്ത്യരോട് പറയുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഭാഗം പൗലോസ് ജ്ഞാനിയാണ്, അദ്ദേഹത്തിന് കിട്ടുന്ന സമയം തികയാത്ത മനുഷ്യനാണ്, സ്വർഗീയ വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യനാണ്. പക്ഷെ കൊരിന്ത്യ സഭക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 1:8 പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ആസിയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് താഴേക്ക് പറഞ്ഞു വരിക, വലിയ മരണത്തിൽ ഞങ്ങൾ അകപ്പെട്ടു, ആ മരണത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിച്ചു, മേലാലും വിടുവിക്കും. അപ്പൊ എന്തിനാ സഭയോട് ഇത് പറയുന്നത്? അങ്ങേരം കണ്ടും പോയി കഷ്ടം സഹിച്ചു, സ്തോത്രം, ബുദ്ധിമുട്ട് അനുഭവിച്ചു. അത് കൊരിന്ത്യ സഭക്കാർ അറിയാതിരിക്കരുതെന്ന് ആഗ്രഹിച്ച് എന്തിനാ? സ്തോത്രം, ഹല്ലേലൂയ. എത്ര വലിയ മനുഷ്യനാണെങ്കിലും എത്ര ചെറിയ മനുഷ്യനാണെങ്കിലും ഒരു പ്രയാസത്തിൽ നിന്ന് വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. ഞങ്ങൾ മരിക്കുമെന്ന് നിശ്ചയിച്ചതാ, പക്ഷെ മരണക്കയത്തിൽ നിന്ന് വിടുവിച്ച് ഇന്ന് നിങ്ങളുടെ നടുവിൽ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെയും സഹായിപ്പാൻ വിശ്വസ്തനാണെന്ന് മറ്റുള്ളവരോട് പറയുന്നതാണ് സാക്ഷ്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ, സ്തോത്രം, ഇവിടെ വന്ന നിമിഷം മുതൽ നിയോഗിക്കുന്നത് പോലെ ആത്മാവിൻ്റെ ഉള്ളിൽ പറയുന്നു, നിനക്ക് വേറെ ഒന്നും അറിയില്ലെങ്കിലും നിന്നെ നടത്തിയ വിധങ്ങൾ നന്നായി പറയാൻ തുടങ്ങിയാൽ ചിലരെ ദൈവാത്മാവിൽ ഉറപ്പിക്കാൻ കഴിയും, ചിലരെ ദൈവാത്മാവിൽ ശക്തീകരിക്കാൻ കഴിയും. അപ്പൊ സാക്ഷ്യത്തിന് ഭയങ്കര പവറുണ്ട്. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ പറയും. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങളല്ല പറയുന്നത്. സ്തോത്രം. നമ്മുടെ അനുഭവമാണ് മറ്റുള്ള ക്യാൻസറായി കിടക്കുന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ സ്തോത്രം കടഭാരം വന്ന് കിടക്കുന്ന മനുഷ്യനോട് നമ്മൾ ചെന്ന് പറയുന്നത്, ഞങ്ങൾ ഇതിനേക്കാളൊക്കെ ഞങ്ങളുടെ സഭയിൽ ഇതിനേക്കാൾ കഷ്ടമുള്ള ആളുണ്ടായിരുന്നു, സ്തോത്രം, ജപ്തി വന്ന ആളാണ്. അതാ അവരനുഭവിച്ച കാര്യം പറഞ്ഞത്. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നിട്ട് സാക്ഷ്യം പറയുന്നത് 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? ഒറ്റ കാര്യമേ പറയുള്ളൂ. എന്താ പറയുന്നേ? ആ പറയുന്നതൊരു ഓർമ്മപ്പെടുത്തല്ല. ആ വാക്ക് നിങ്ങൾ കണ്ടോ? സാക്ഷ്യം പറയും. എന്താ സാക്ഷ്യം പറയുന്നത്? നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന്. സ്തോത്രം. നിങ്ങളതിനൊന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മനസ്സിൽ കണ്ടേ. പിശാച് വന്ന് നിന്നെ വിഴുങ്ങാൻ വേണ്ടി, സ്തോത്രം, നിൻ്റെ കുടുംബത്തിൻ്റെ വാതിക്കൽ വന്ന് നിൽക്കുക. ആ സമയത്ത് നീ പലരെ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. സ്തോത്രം. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടയാളാണെങ്കിൽ ആ സമയത്ത് കണ്ണുകൊണ്ട് കാണത്തില്ലെങ്കിലും നമ്മുടെ അകത്തിരുന്നുകൊണ്ട് ദൈവാത്മാവ് പറയും, നീ പേടിക്കരുത്, സ്തോത്രം, നീ ദൈവത്തിൻ്റെ മോനാണ്. നീ ദൈവത്തിൻ്റെ ഒറ്റ വാക്ക് മതി, നിനക്ക് നീ ആരാന്ന് ദൈവാത്മാവ് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കും. ഏത് വിഷയം വന്നാലും, ഏത് പ്രശ്നം വന്നാലും, ഇനി നമ്മൾ ഇച്ചിരി വഴി മാറിപ്പോകുക, അങ്ങനെ വഴി മാറിപ്പോ ഒരു കമ്പനി കൂടാൻ പോവുക, അങ്ങനെ പോകുന്ന സമയത്ത് അകത്ത് ദൈവാത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവ് നമ്മളെ ഓർപ്പിക്കൂ, നീ ദൈവത്തിന്റെ മോനാണെന്ന് ഓർത്തോളണം. ആത്മാവിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ, നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ്, സ്തോത്രം, നമ്മുടെ അകത്തിരുന്നു കൊണ്ട് നമ്മളെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി പറയും, നീ പേടിക്കരുത്, നീ ദൈവത്തിൻ്റെ പൈതലാണ്. ആരൊക്കെ നിന്നെ തള്ളിയാലും ദൈവം നിന്നെ തള്ളിയേല. നീ ദൈവത്തിന് വേണ്ടി അടിമവേല ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ല, ദൈവം നിന്റെ മകനാക്കിയിരിക്കുകയാണ്. നീ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്. അങ്ങനെ അവകാശത്തിന്, സ്തോത്രം, അച്ചാരമായി തന്നിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. മനസ്സിലായവർ കരമുയർത്തി കർത്താവിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം എന്ന് പറയുന്നതും അത് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക ദൈവാത്മാവ്, കർത്താവ്. സ്തോത്രം. ആ ഒരു ഉറപ്പ് നമുക്ക് തരും. അപ്പോൾ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവാത്മാവ് ആ വാഗ്ദത്തത്തിൻ്റെ അല്ലെങ്കിൽ അവകാശത്തിൻ്റെ അച്ചാരം എന്നാണ് തിരുവെഴുത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് പല അവകാശങ്ങളുണ്ട്, അത് ഉറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ടാണ്. 3-ാമത്തെ വാക്കാണ് മുദ്ര. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എന്ന് പറയുന്നത്.
സ്തോത്രം. മുദ്ര ഒരു അതോറിറ്റിയെ കാണിക്കുന്നതാണ്. ആത്മാവ് കൊണ്ട് വീണ്ടെടുപ്പിൻ നാളിനായി നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്ര വെച്ചിരിക്കുക. സ്തോത്രം. അപ്പോൾ ആ സീല് നമ്മൾ മനസ്സിലാക്കണം. ആ മുദ്ര പതിയപ്പെട്ടിരിക്കുന്നു. ഒന്നും കണ്ണുകൊണ്ട് കാണാൻ പറ്റിയല്ല കേട്ടോ. ഇതൊക്കെ ഒരു സ്തോത്രം ആത്മതലത്തിൽപ്പെട്ടതാണ്. ഇത് ആത്മലോകത്തിൽ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിനകത്ത് ബിബ്ലിക്കൽ ഭാഷയാണ്. പരിശുദ്ധാത്മാവിനാൽ മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ മുദ്രയുടെ ഉദ്ദേശം നിന്നെ വീണ്ടെടുപ്പ് നാളിന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഈ ലോകത്തിൽ ഏതൊക്കെ കഷ്ടങ്ങൾ വന്നാലും, ഏതൊക്കെ ദിവസങ്ങൾ വന്നാലും, ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഇവിടം കൊണ്ട് തീരത്തില്ല. നിനക്കൊരു ദിവസമുണ്ട്. ആ ദിവസത്തിൻ്റെ പേരാണ് വീണ്ടെടുപ്പിൻ നാള്. സ്തോത്രം. ആ ദിവസത്തേക്ക് ദൈവം നിന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പു തരുന്നതാണ് പരിശുദ്ധാത്മ മുദ്ര കൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് മൂന്ന് ആത്മമുദ്ര എല്ലാ ഞായറാഴ്ചയും വന്ന് നമുക്ക് തരികയില്ല. സ്തോത്രം. ഒരു ലെറ്റർ പാഡിനകത്തൊരു അധികാരി സീൽ ചെയ്താൽ, സ്തോത്രം, ചിലപ്പോൾ സീൽ തെളിഞ്ഞില്ലെന്നിരിക്കും. ഒറ്റ സീൽ ചെയ്യുമ്പോൾ ഗവൺമെൻറ് സീലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാം അതുപോലെ തന്നെ അക്ഷരങ്ങളെല്ലാം വന്നില്ലെന്നിരിക്കും. സ്തോത്രം. എന്നാലും ഒരു അധികാരിയുടെ കത്തിനകത്ത് ഒരു സീലുണ്ടെങ്കിൽ ആ ഒരു സീല് മതി ആ കത്തിനെ വാല്യൂഡാക്കാൻ. സ്തോത്രം. പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം നമ്മളെ സീൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. സ്തോത്രം. നിന്നെ അന്ധകാര ശക്തികൾക്ക് തൊടാതെ, ലോകത്തിലെ മറ്റൊന്നിനും വിട്ടുകൊടുക്കാതെ, സ്തോത്ര ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ മുദ്ര വെച്ചിരിക്കുന്നത് വീണ്ടെടുക്കപ്പെടാനുള്ളവരുടെ ഗണത്തിൽപ്പെട്ടയാളാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുദ്ര വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഇനി അടുത്ത മൂന്നെണ്ണം സ്തോത്രം പരിശുദ്ധാത്മ നിറവിൽ തുടങ്ങാം. പരിശുദ്ധാത്മ നിറവ് സ്തോത്രം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കൊണ്ട് നടക്കുന്നതല്ല, ഒറ്റ പ്രാവശ്യം കൊണ്ട് നടക്കുന്നതല്ല. ഒരിക്കൽ നിറഞ്ഞവർ പിന്നെയും ആത്മാവ് നിറച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. മറ്റതല്ല, ആത്മാവിൻ്റെ മുദ്ര എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും വന്ന് മുദ്ര വയ്ക്കുകയല്ല, അച്ചാരം എല്ലാ കൂടിക്കാഴ്ചയിലും തരികയല്ല. സ്തോത്രം. അങ്ങനെ ആകുമ്പോൾ അച്ചാരം നല്ല എഴുതണ്ട, ഇൻസ്റ്റാൾമെൻ്റ് എന്ന് എഴുതണമായിരുന്നു. കാരണം എല്ലാ ഞായറാഴ്ചയും വന്ന് കുറച്ച് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സ്തോത്രം അച്ചാരം എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യമുള്ളൂ. പിന്നെ എന്നാണോ അന്നാണ് കച്ചവടം ഉറപ്പിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യം തീർക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ആത്മനിറവ് എന്ന് പറയുന്നത് ആത്മപകർച്ചയും ആത്മനിറവും ഒരുപോലെ നടക്കുന്നതാണ്. ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകരുക. ആത്മപകർച്ച എന്നൊരു വാക്ക് വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. പകരുമ്പോഴാണ് നിറയുന്നത്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കണം, എവിടെ നിന്നാണ് പകരുന്നത്? സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പകരുന്നത് സ്തോത്രം വേറെ ഒരു മനുഷ്യനിൽ നിന്നല്ല. നമ്മളൊരു പക്ഷേ ഒരു കർത്തൃദാസൻ എന്ന നിലയ്ക്ക് പരിശുദ്ധാത്മ നിറവിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാൻ, അവരെ എഴുന്നേൽപ്പിച്ച് നിർത്താനും, കൊയറി എളുപ്പം അതിന് പറ്റുന്നൊരു പാട്ട് പാടാനും, ആളുകളെ സ്തോത്രം അതിനുവേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ദൈവദാസന്മാർ കഴിയും. പക്ഷേ നമ്മുടെ ആരുടെ ഉള്ളിൽ നിന്നല്ല പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നത്. ആത്മാവ് പകരപ്പെടുന്നത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. സ്തോത്രം. അവിടെയാണ് അതിൻ്റെ സ്രോതസ്. അവിടെ നിന്ന് പകരുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവ്. സ്തോത്ര ഹല്ലേലൂയ. അപ്പോൾ ഈ ആത്മാവ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കാമോ? ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഭാഷയിലാണ് പറയുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഇനി അതിനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആത്മാവെന്ന് പറയുന്നത് യെശയ്യാ പ്രവചനത്തിനകത്തൊരു വാക്യമുണ്ട്. 11-ാമത്തെ അധ്യായത്തിനകത്ത് ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. പരിശുദ്ധാത്മാവിനെ പകരുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് 11-ാമത്തെ അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഒന്ന് നോക്കാമോ? ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ പറയാം. സ്തോത്രം. 11-ന്റെ 2-ാം വാക്യം. അവൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കും. എന്നിട്ട് വായിച്ചേ. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നോക്കി, അവിടെ എഴുതിയിരിക്കുന്നു, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്ന് ആവസിക്കും. എന്നിട്ട് ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ, ആലോചനയുടെ, ബലത്തിൻ്റെ, പരിജ്ഞാനത്തിൻ്റെ, യഹോവ ഭക്തിയുടെ, ഇങ്ങനെ ഓരോന്നും ഓരോ ആത്മാവാണോ? അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോയി ഇതെല്ലാം കൂടെ അപ്പോൾ എത്ര ആത്മാവുണ്ടെന്ന്. സ്തോത്രം. അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇത് ഡിവൈഡ് ചെയ്തിരിക്കുക. പക്ഷേ
ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണമാണ് പറയുന്നത്. ഒരു ചിപ്പ് നിങ്ങൾ മനസ്സിൽ കാണുക. ഇതിനകത്തിടുന്ന ഒരു എന്താ പറയുക, എന്താ കാർഡാ? സിം കാർഡല്ല, മെമ്മറി കാർഡ്. സ്തോത്രം. അല്ലെങ്കിൽ ഒരു ചിപ്പ്, ഒരു പെൻഡ്രൈവ് നിങ്ങൾ മനസ്സിൽ കാണുക. അതിനകത്ത് വേണമെങ്കിൽ ഷാജി പാസ്റ്റർ പ്രസംഗം കാണും, സജി പാസ്റ്റർ പ്രസംഗം കാണും, ചിലപ്പോൾ ഇവിടെ സഹോദരന്മാരുടെ പാട്ട് കാണും, ചിലപ്പോൾ സ്തോത്രം പണ്ട് ജീവിച്ചിരുന്നൊരു ദൈവദാസൻ്റെ പ്രവചനം കാണും. ഇതെല്ലാം വേണമെങ്കിൽ എന്തിനകത്ത് കയറ്റിവിടാം? ബൈബിൾ ക്ലാസ് കാണും. ഇതെല്ലാം കൂടി ഈ ഒരൊറ്റ ചിപ്പിനകത്ത് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് അതൊരു ലാപ്ടോപ്പിനകത്തേക്ക് ഇട്ടാൽ, ഒരൊറ്റ ചിപ്പങ്ങിട്ടാൽ വിവിധ ഫോൾഡറുകളാണ്. അതിനകത്ത് പ്രവചനമുണ്ട്, പാട്ടുണ്ട്, പ്രസംഗമുണ്ട്, ബൈബിൾ ക്ലാസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഒറ്റ ചിപ്പാണ്. ആ ഒരു ചിപ്പിനകത്ത് ഇതെല്ലാം കിടക്കുന്നത് പോലെ പരിശുദ്ധാത്മാവെന്ന ഒറ്റ ചിപ്പ് അത് നമ്മുടെ അകത്തേക്ക് കയറി വരുമ്പോൾ ഈ പറയപ്പെട്ടതെല്ലാം പരിശുദ്ധാത്മാവിലുണ്ട്. അത്രയും മനസ്സിലായവർ സ്തോത്രം പറയണം. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അകത്തേക്ക് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിനകത്ത് ജ്ഞാനമുണ്ട്, പരിജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, യഹോവാഭക്തിയുണ്ട്, ബലമുണ്ട്. ഇതെല്ലാം ഒറ്റ ചിപ്പിലുണ്ട്. ഇതിനെ പ്രാപിക്കുമ്പോൾ ഇതെല്ലാം കൂടി നമ്മുടെ അകത്തേക്ക് കയറുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇതെല്ലാം കൂടി അകത്തേക്ക്. അത്രയേ ഉള്ളൂ. അതിനകത്ത് 100 ആത്മാവില്ല, പല ആത്മാവില്ല, ഒറ്റ ആത്മാവാണ്. ഭീരുത്വത്തിൻ്റെ അല്ല, ഭയത്തിൻ്റെ അല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കൂടി ഒറ്റ സംഭവമാണ് പരിശുദ്ധാത്മാവ്. പക്ഷേ ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ദൈവമായ കർത്താവ് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിക്കുമ്പോൾ, ആദമനെ നിർമ്മിച്ചിവിടെ ഭൂമിയിലാക്കി വെക്കുന്ന സമയത്ത് സ്തോത്രം പൂർണ്ണ മനുഷ്യനായിട്ടാണ് ആദമനെ സൃഷ്ടിച്ചാക്കിയത്. സ്തോത്രം, വിവേകവും ജ്ഞാനവും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്നത്. സ്തോത്രം, ദൈവത്തിൻ്റെ ഓൺ ഇമേജിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ പേഴ്സണാലിറ്റി അത് മുഴുവൻ ദൈവത്തിൻ്റെ മകനാണെന്നാണ് ലൂക്കോസിൽ പറഞ്ഞിരിക്കുന്ന ആദാം. അപ്പോൾ ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി മുഴുവൻ ദൈവമായ കർത്താവ് ആദമന് കൊടുത്തു. ആ പേഴ്സണാലിറ്റിക്കകത്ത് എന്തെല്ലാം ഉണ്ട് അതെല്ലാം കൊടുത്തു. പക്ഷേ പാപം ചെയ്തതോടുകൂടെ പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ടു. സ്തോത്രം, ദൈവത്തിൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ടു. സ്തോത്രം, അതുകൊണ്ടാണ് കള്ളം പറയേണ്ടി വരുന്നത്, മറ്റൊരു നിലവാരത്തിൽ പോകുന്ന എല്ലാം ദൈവത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടാണ്. അതല്ല, സാത്താൻ പിശാച് സ്തോത്രം വഞ്ചിച്ച് കഴിയുമ്പോൾ, സാത്താൻ അകത്ത് കയറി കഴിയുമ്പോൾ മനുഷ്യൻ ജഡമായി മാറുന്നു. ആത്മാവ് നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മരിച്ച സ്ഥിതിയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ ആളത്വവും രൂപവും ഭാവവും ഒക്കെ അങ്ങനെയുണ്ട്, ജീവനൊക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആ പേഴ്സണാലിറ്റിക്ക് ഹാനി വരുന്നു. സ്തോത്രം. പിന്നെ മനുഷ്യൻ പാപിയായി ജീവിക്കുന്ന അവനെ പിന്നെ നിലനിർത്താൻ വേണ്ടി യാഗങ്ങളും വഴിപാടുകളൊക്കെ ആയിട്ട് കൊണ്ടുപോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് കണ്ട് യെശയ്യാ പ്രവചിച്ചിരിക്കുകയാണ്, ഇശ്ശായിൽ നിന്നൊരു കുറ്റി മുളയ്ക്കും. സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ്, മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് യെശയ്യാ 11 ഒരു കാലഘട്ടത്തിലേക്കുള്ള പ്രവചനമാണ്. ആ പ്രവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ മേൽ സ്തോത്രം യഹോവയുടെ ആത്മാവ് ആവസിക്കും. ആ ആത്മാവിന് പരിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, ബലമുണ്ട്, സ്തോത്ര യഹോവാഭക്തിയുണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ സ്വഭാവം, ആ സ്വഭാവം മനുഷ്യന് തിരിച്ചു കിട്ടാൻ നമ്മൾ 100 വട്ടം ഉപവസിച്ചാലും നമ്മുടെ സ്വഭാവം ഈ മണ്ണിൽ കിടക്കുമ്പോൾ സ്തോത്രം ആ നിലവാരത്തിലേക്ക് നമ്മളെ മാറ്റില്ല. അതിന് പകരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞ ആ ചിപ്പെന്ന് പറഞ്ഞതുപോലെ ദൈവാത്മാവ് നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ ആ ആത്മാവിനകത്ത് പരിജ്ഞാനമുണ്ട്, ആ ആത്മാവിനകത്ത് ജ്ഞാനമുണ്ട്, ആ ആത്മാവിനകത്ത് ബലമുണ്ട്, ആ ആത്മാവിനകത്ത് യഹോവ ഭക്തിയുണ്ട്. ഇത് നമ്മളിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളെ ദൈവം പൂർണ്ണ മനുഷ്യനാക്കി മാറ്റിക്കൊണ്ടിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണെന്നറിയാമോ? ആദാമിന് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണോ അത് മുഴുവൻ ദൈവസഭയ്ക്കകത്ത് വന്ന് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ, ആ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റമാണ് സ്തോത്രം, നമ്മളിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ആത്മസ്വഭാവം എന്നൊരു വാക്ക് വേദപുസ്തകത്തിനകത്ത് വരുന്നത്.
ആത്മസ്വഭാവം. കാരണം എന്താ? ആത്മാവിൻ്റെ സ്വഭാവം എന്താണ്? ദൈവത്തിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവത്തിൽ കിടക്കുന്നതാണ്. ആ ഒരു സ്വഭാവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. അപ്പോൾ ഇത് നമ്മളിലേക്ക് പകരപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പകരപ്പെടുമ്പോൾ, പഴയ നിയമത്തിൽ കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പകരുക എന്നുള്ള വാക്കാണ്. പുതിയ നിയമത്തിനകത്താണ് കൂടുതൽ നിറയുക എന്നുള്ള വാക്ക് വരുന്നത്. സ്തോത്രം. പഴയ നിയമത്തിൽ വാഗ്ദത്തമാണ്, പകരപ്പെടും എന്നെഴുതപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ നിയമത്തിനകത്ത് എഴുതപ്പെട്ടു നിറയപ്പെടും. പകർന്നാൽ നിറയും. ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകരാൻ സന്നദ്ധമായാൽ, മോളിൽ നിൽക്കുന്ന പാത്രത്തിൽ നിന്ന് താഴത്തെ പാത്രത്തിലേക്ക് സ്തോത്രം പകരുമ്പോൾ താഴെയുള്ളത് നിറയാനിടയാകും. ഹല്ലേലൂയ. നിറഞ്ഞതാണ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നത്. നിറഞ്ഞത് നമ്മളെ നയിക്കാൻ ആരംഭിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്ത് നിറയുന്നോ അതാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. സ്തോത്രം. ഇപ്പം നമുക്ക് വേദപുസ്തകത്തിൽ പല നിറവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. യഹൂദന്മാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവർക്ക് കോപം നിറഞ്ഞവരായി, ഭ്രാന്ത് നിറഞ്ഞവരായി എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോൾ കോപം നിറയുമ്പോൾ നമ്മളെ ആ നിറയുന്നത് എന്താണോ അത് കൺട്രോൾ ചെയ്യും. അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. സ്തോത്രം. നമുക്ക് കോപം നിറയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ പാത്രം എടുത്ത് എറിയും. ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് ഒന്നും ഊരാതെ വലിച്ചു പൊട്ടിക്കും. കോപം വരുമ്പോൾ കോപം നമ്മളെ കൺട്രോൾ ചെയ്യും. ഒരു പവർ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഗ്ലാസ് ഇട്ട് ടീപ്പ് ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു ചില കോംപ്ലിക്കേറ്റഡ് ആയ വിഷയം സംസാരിച്ചിട്ട് മൂർച്ഛിച്ചു. ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യം കയറി, കോപം കയറിയിട്ട് മുമ്പിൽ സ്തോത്രം നല്ല കട്ടിയുള്ള ഗ്ലാസ് ഇട്ടിരുന്ന ടീപ്പോ, ആ ഗ്ലാസ്സിനിട്ട് അദ്ദേഹം ഒരു ഒറ്റ ഇടി കൊടുത്തു. സ്തോത്രം. ഇടിച്ച വഴി ഗ്ലാസ് പൊട്ടി തകർന്നു പോയി. ഇവിടെ കൈ കീറി. അതൊന്നും പുള്ളി വിഷയമാക്കുന്നില്ല. സ്തോത്രം. ഇപ്പോൾ കോപം എന്ന് പറയുന്ന സംഭവം കയറി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വികാരഭരിതനാക്കി ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ യാന്ത്രികമായിട്ടോ അല്ലാതെ ഒരു ധൈര്യം അദ്ദേഹത്തിൽ പകർന്നു. കോപം നിറഞ്ഞപ്പോൾ. നമ്മളും കോപം നിറഞ്ഞപ്പോൾ നമ്മളല്ലാതെയായി മാറിയിട്ടുണ്ട്. സ്തോത്രം. അത് നിറയുമ്പോൾ നമ്മളെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. വളരെ സൈലൻ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം മനുഷ്യനിൽ ഇങ്ങനെ ഒരു വികാരം നിറഞ്ഞാൽ അത്രയൊക്കെ ചെയ്യാൻ ഈ ജഡത്തിന് പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്ന സമയം, സ്തോത്രം, പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നത് ആത്മശക്തി കൊണ്ടായിരിക്കും. അപ്പം ആ നിറവ് നമ്മളെ നിയന്ത്രിക്കാൻ ആരംഭിക്കുന്നത് ആത്മാവിൻ്റെ നിറവിലേക്ക് വരുമ്പോഴാണ്. പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന 1-2 വാക്കുകൾ സ്തോത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. യശയ്യാവിൽ തന്നെ പറഞ്ഞിരിക്കുന്ന 1-2 വാക്കുകളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. യശയ്യാവിൻ്റെ പ്രവചനം. സ്തോത്രം. യശയ്യാ പ്രവചനത്തിൽ ഞാൻ ആ വാക്യം പറഞ്ഞു തരാം. യശയ്യാ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. 32-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കാം. 32-15. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. സ്തോത്ര. ഹല്ലേലൂയ. എന്തിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? 13-ാം വാക്യം മുതൽ എഴുതുമ്പോഴാണ് ആ ഭാഗം ഏതോ ഒരു സംഭവത്തിൻ്റെ കണ്ടിന്യൂഷനാണെന്ന് മനസ്സിലാവും. അത് 13 മുതൽ വായിക്കുമ്പോൾ, എൻ്റെ ജനത്തിൻ്റെ ദേശത്ത് ഉല്ലാസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും. വീടിനകത്ത് മുള്ളും പറക്കാരെയും മുളയ്ക്കുക പ്രവചന ഭാഷയാണ്. സ്തോത്രം. ഇപ്പം നമ്മൾ ആ പ്രവചന ഭാഷ അങ്ങനെ എടുക്കണം. ശരിക്കും ഈ സംഭവം തുടങ്ങുന്നത് എങ്ങനെയാണ്? 9-ാം വാക്യം മുതലാണ്. 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ എഴുന്നേറ്റ് എൻ്റെ വാക്ക് കേൾപ്പീൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ എൻ്റെ വചനം ശ്രദ്ധിപ്പീൻ. ആ മലയാളത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്നാൽ കുറച്ചുകൂടെ നല്ല ഭാഷയാണ് ഇംഗ്ലീഷിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ചിലരെ വിളിച്ചിട്ട് പറയുന്നതാണ്. സ്തോത്രം. വിളിച്ചിട്ട് പറയുകയാണ്, സ്വൈര്യമില്ലാത്ത സ്ത്രീകളെ എന്ന് സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ എന്ന് പറയുന്നതിന് അർത്ഥം സ്തോത്രം ഇത്രയാണ്: ലേസിയായി അല്ലെങ്കിൽ അലസരായി. ഇത് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ സ്ത്രീകളെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ കന്യകയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ അവർ സ്വൈര്യതയോടെ ആത്മീകത്തിൽ താല്പര്യമില്ലാത്തവരായി തീർന്നപ്പോൾ അവരുടെ ഭവനങ്ങൾക്കകത്ത് ഉല്ലാസിത നഗരം എന്നുദ്ദേശിച്ചത് യെരുശലേമാണ്. യെരുശലേം എന്ന ഉല്ലാസിത നഗരത്തിലെ സന്തോഷഭവനം എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ ഭവനങ്ങളാണ്. ആ ഭവനത്തിനകത്ത് സ്തോത്രം എന്തുണ്ടായി? മുള്ളും പറക്കാരെയും മുളച്ചു. സ്തോത്രം. യെരുശലേമിൽ അല്ലെങ്കിൽ വാഗ്ദത്ത കനാനിൽ ചെന്ന് പാർക്കുന്ന ദൈവജനത്തിൻ്റെ ഭവനം എന്തായിരിക്കണം എന്നത് ആ അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 18-ാം വാക്യം, എൻ്റെ ജനം സമാധാന നിവാസത്തിലും
നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. അതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. നിന്റെ വീട് എന്തായിരിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ വലിയ പ്ലാൻ സ്വർഗത്തിലെ ദൈവത്തിനുണ്ടെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ഇംഗ്ലണ്ടിൽ താമസിച്ചാലും കേരളത്തിൽ താമസിച്ചാലും ഓസ്ട്രേലിയയിൽ താമസിച്ചാലും എൻ്റെ ജനമെന്ന് വിളിക്കപ്പെടാൻ യോഗ്യരായ ദൈവത്തിൻ്റെ മക്കളായി മാറിയാൽ നിന്റെ വീട് 2 നിലയാണോ, നിന്റെ വീട്ടിൽ 20 മുറിയുണ്ടോ, അതിൻ്റെ ഫ്ലോർ ഗ്രാനൈറ്റ് ആണോ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. നിന്റെ വീടൊരു ചെറിയ കുടരാണെങ്കിൽ പോലും അതെന്തായിരിക്കണമെന്ന് സ്വർഗസ്ഥനായ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ അധ്യായത്തെ കയറി പിടിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നിന്റെ വീടിനെ ലക്ഷ്യമാക്കി പറയുന്നു, നീ എൻ്റെ ജനമായിരിക്കുകയാൽ, നീ എൻ്റെ മകനായിരിക്കയാൽ, മകളായിരിക്കുകയാൽ, ഈ എൻ്റെ പേരിൽ അറിയപ്പെടുന്നവനായിരിക്കുകയാൽ നിന്റെ ഭവനം മറ്റുള്ളവരുടെ ഭവനത്തേക്കാൾ വ്യത്യസ്തമായിരിക്കണം. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ ഭവനം എന്താകണം? എൻ്റെ ജനം സമാധാന നിവാസത്തിൽ, പീസ് കോട്ടേജ് ആയിരിക്കണം. നിന്റെ വീട് സമാധാനം വേണമെങ്കിൽ അടിവരയിട്ട് സൂക്ഷിച്ചോളൂ. ഇടയ്ക്കിടയ്ക്ക് കാരണം ഇവിടെ ഈ ഞാൻ വായിച്ച 9-ാം വാക്യം മുതൽ വായിച്ചത് ഇസ്രായേൽ ജനം ആത്മീകതയ്ക്കകത്ത് സ്വസ്ഥതയുള്ളവരായിപ്പോയി എന്ന് പറഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ, സ്വൈര്യതയോടെ ലേസിയായി അലസരായി അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ആയി പോയപ്പോൾ താളപ്പഴ വന്നത് ഭവനത്തിനാണ്. കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. നിർഭയ വസതികൾ ആയിരിക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്, പക്ഷേ ഭവനങ്ങൾ ഭീതി അന്തരീക്ഷമായി, സ്വൈര്യത നഷ്ടപ്പെട്ടു, വിശ്രാമമില്ലാതെയായി. അങ്ങനെ ഒരു സ്ഥിതിയിലായി കിടക്കുമ്പോൾ ദൈവം ഈ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ ഭവനം സ്വൈര്യമുള്ള ഭവനമായിരിക്കണം, എൻ്റെ ജനത്തിൻ്റെ ഭവനം സമാധാന നിവാസമായിരിക്കണം. ആ വാക്യം എത്ര പേര് ഇന്ന് രാത്രി ഏറ്റെടുക്കും? എൻ്റെ വീടിനെ കുറിച്ച് ദൈവം എന്ത് കണ്ടിട്ടുണ്ടോ അങ്ങനെ തന്നെയാകണം. പിശാച് ആഗ്രഹിക്കുന്നത് സ്വൈര്യമുള്ള വീടായിരിക്കണമെന്നല്ല, സമാധാനമുള്ള ഭവനമായിരിക്കണമെന്നല്ല. അതിനെതിരെ നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ ഇന്ന് രാത്രി ആത്മനിറവ് കൊണ്ട് തോൽപ്പിക്കാൻ ദൈവമക്കൾ തയ്യാറായാൽ നിന്റെ വീടിന്റെ സ്ഥിതി വരെ ദൈവം മാറ്റും. ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. നമ്മുടെ വീടിനെ ദൈവം അതുപോലെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ തന്നെ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആദ്യം ആ വീടിനെ നിറച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് 2:2 അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. നോക്കി, അപ്പോസ്തല 2:2 സ്തോത്രം, അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. ആത്മാവിൻ്റെ അന്തരീക്ഷം ആ വീടിനകത്തായി. നിങ്ങൾക്ക് അതിൽ സംശയമുണ്ടോ? ഇരിക്കുന്ന ആളെ നിറച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എൻ്റെ മുകളിലിരിക്കുന്ന വാക്യം കണ്ടോ? വീട് നിറച്ചു. അപ്പോൾ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഇതാണെന്നിരിക്കട്ടെ ഈ ഹോള്. വീട് നിറച്ചെന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അന്തരീക്ഷം. അർത്ഥം എന്താ? ഈ അന്തരീക്ഷത്തെ ദൈവാത്മാവ് ഏറ്റെടുത്തു. സ്തോത്രം. കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയില്ല. ഇതിനകത്ത് ഓക്സിജനും വാതകങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, നമ്മൾ കാണുന്നില്ല. ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 ദിവസമായി മാളിക മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആളുകളെ നിറയ്ക്കുന്നതിനേക്കാൾ മുമ്പ് അവരിരുന്ന വീടിനെ നിറച്ചു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ അന്തരീക്ഷം, ഭവനത്തിന്റെ അന്തരീക്ഷം രോഗാത്മാവിനോ അന്ധകാര ശക്തിക്കോ ഇരുട്ടിന്റെ വ്യാപാരത്തിനോ കലക്കത്തിന്റെ ആത്മാവിനോ അവിടെ സഞ്ചരിക്കാൻ പറ്റാതെ വണ്ണ് നിന്റെ മുറിയുടെ അന്തരീക്ഷം എത്ര പേര് ദൈവാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയൂ? നിന്റെ ബെഡ്റൂമിന്റെ അന്തരീക്ഷം, നിന്റെ ഹല്ലേലൂയ വീടിന്റെ ഓരോ അകത്തളങ്ങളുടെ അന്തരീക്ഷം മാറ്റുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വീട് നിറയ്ക്കുന്ന ഒരാത്മാവുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. വീടിനെ ആത്മാവ് നിറച്ചു. അന്തരീക്ഷം എന്ന് പറയുന്ന ഒന്നുണ്ട്, നമുക്കറിയാം. സ്തോത്രം, നമ്മുടെ മലയാളത്തിൽ പറയുന്നൊരു വാക്കാണ് സ്തോത്രം. സ്പിരിച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ആത്മറല്ല, ഒരു പ്രത്യേക എന്താ പറയുക, ഒരു തലം നമുക്ക് അറിയാം. അതുണ്ടെങ്കിലേ നമുക്ക് ശുശ്രൂഷകൾ പോലും നടക്കുകയുള്ളൂ. ഒരാത്മീക അന്തരീക്ഷം ഇല്ലേ? സഭായോഗത്തിനാണെങ്കിലും പ്രാർത്ഥനയ്ക്കകത്താണെങ്കിലും ഒരു അന്തരീക്ഷം ഇതിനകത്ത് വ്യാപരിക്കും. പെടയിലൂടെ വ്യാപരിക്കുന്ന ദൈവാത്മാവിനെ കുറിച്ച് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഉള്ളിൽ നിറയെ മാത്രമല്ല, മേൽ വരിക മാത്രമല്ല, ഐക്യതയ്ക്ക് വേണ്ടി ഇടയിൽ വ്യാപരിക്കും. അപ്പോൾ നമ്മുടെ വീടിനകത്ത് ദൈവാത്മാവ് സ്തോത്രം നിറയും.
അങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വാക്കുകളൊക്കെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി എടുക്കുന്നതായിട്ടല്ല, മറിച്ച് ഇത് അനുഭവമാക്കി മാറ്റണം. നമ്മുടെ വീടിനകത്ത് പ്രാർത്ഥനയും പാട്ടുമൊക്കെയായി ചുമ്മാ ഇരിക്കുമ്പോൾ ആത്മാവോടെ നിറയേല. എന്താണെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പല വസ്തുതകളുണ്ട്. സ്തോത്രം. അതെല്ലാം ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കും. വീടിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതിനകത്ത് കയറി പ്രവർത്തിക്കാൻ പിശാചിന് കഴിയേല. സ്തോത്രം. ഇതുപോലെ വെട്ടം കത്തി നിൽക്കുമ്പോൾ ഇരുട്ട് പുറത്തുണ്ടെങ്കിലും ഈ ബൾബ് കത്തി നിൽക്കുന്നിടത്തോളം കാലം ഇരുട്ട് എത്ര ശ്രമിച്ചാലും ഇതിനകത്ത് കയറിയേല. യേശുവിൻ്റെ നാമത്തിൽ ദൈവമായ കർത്താവ് നിന്നെ പാർപ്പിച്ചിരിക്കുന്ന വീടിനെ ഇന്ന് രാത്രി ഇവിടെ വെച്ച് ആത്മാവിൽ പറയണം, ഇതിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കണം. നിന്റെ വീട്ടിനകത്ത് നീ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിക്കണം. വീട് നിറയ്ക്കണം. സ്വർഗം അത് ചെയ്യണം. എന്നും രോഗം, എന്നും നിരാശ, എന്നും ക്ഷീണം, ശരീരത്തിന്റെ അവയവങ്ങളെ പ്രായമോ ക്ഷീണമൊക്കെ സമ്മതിക്കാം. പക്ഷേ അകാരണമായി വ്യാപരിക്കുന്ന എല്ലാ വ്യാപാര ശക്തികളെയും ഇന്ന് രാത്രി സഭ ഒരുമിച്ച് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അത് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ഈ സഭയിലെ ഓരോ കുടുംബങ്ങളെയും ഓരോ ഭവനങ്ങളെയും ആത്മാവ് നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് നിറയ്ക്കണം. ഭവനത്തെ ദൈവത്തിന്റെ ആത്മാവ് നിറയ്ക്കണം. ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ. ഈ യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ക്ലെയിം ചെയ്യുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല എൻ്റെ വീട് സമാധാന ഭവനമായിരിക്കണമെന്ന്. നമ്മളെക്കാൾ അധികം സ്വർഗം ആഗ്രഹിക്കുന്നു. എൻ്റെ ജനം വസിക്കുന്നത് മറ്റുള്ളവരുടെ നടുവിൽ സാക്ഷ്യമായിരിക്കണം. അവരുടെ വീട് നിർഭയ ഭവനമായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ശരിക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു ആത്മീക ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം, ചില വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കറിയാം ആ വീടിനകത്തൊരു ആത്മീകതയുണ്ട്. സത്യമാണ് ഈ കാര്യം. ഇതൊന്നും നമുക്ക് ദൈവശാസ്ത്രപരമായിട്ട് തെളിയിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. പക്ഷെ അനുഭവിക്കുന്നവർക്കറിയാം. സ്തോത്രം. ഐശ്വര്യം എന്ന് പറയുന്ന ഒന്നും ബൈബിള് പറയുന്നതാണ്. സ്തോത്രം. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാവും. ഐശ്വര്യം എന്ന് പറയുന്ന സാധനം, സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാശലമാരിലേക്കെന്ന് വിചാരിച്ചു. ഐശ്വര്യം എന്ന് പറയുന്ന സൂത്രം എന്താ? സ്തോത്രം. അങ്ങനെ ഒരു സാധനമുണ്ട്. ഐശ്വര്യം ഇല്ലാതെ സമ്പത്തുണ്ടായിക്കൊണ്ടും കഥയില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടുന്നവനാ ഭാഗ്യവാൻ. സ്തോത്രം. അത് അനുഭവിക്കാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും. അപ്പം ദൈവം അത് ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ അധ്യായത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ ഭവനത്തിനകത്ത്, അതും യെരുശലേം പോലെ, ആ പട്ടണത്തെ യെരുശലേം എന്ന് ഇവിടെ എഴുതിയിട്ടില്ല. സ്തോത്രം. എൻ്റെ ജനത്തിൻ്റെ ദേശം എന്ന് പറയുന്നത് കനാൻ ദേശമാണ്. അവിടുത്തെ ഉല്ലാസിത നഗരം, 13-ാം വാക്യമാണ് ഞാൻ പറയുന്നത്, യെശയ്യാവ് 32-ലെ ഉല്ലാസിത നഗരം എന്നുദ്ദേശിച്ചത് യെരുശലേം പട്ടണമാണ്. അവിടുത്തെ സ്തോത്രം സകല സന്തോഷ ഭവനം. അപ്പോൾ അവിടെ വന്നപ്പോൾ അവരുടെ ഭവനം മെറ്റീരിയൽ എന്തും ആയിക്കോട്ടെ, പക്ഷെ ആ വീട് ദൈവം സന്തോഷ ഭവനമായി കൊടുത്തതാണ്. പക്ഷെ ദൈവം കൊടുത്ത സന്തോഷ ഭവനത്തിനകത്ത് മുള്ളും പറക്കാരെയും മുളച്ചു എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നല്ലോ. അതിന് കാരണമാണ് 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കാതെ, സ്തോത്രം, ദൈവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ടവർ ബന്ധപ്പെട്ട് നിൽക്കാതെ അവർ ഒരു തരത്തിൽ അലസരായി മാറിയപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായത് വീടിനകത്താണ്. സ്തോത്രം. അങ്ങനല്ലേ ആ വാക്ക് മനസ്സിലാക്കേണ്ടത്? സ്തോത്രം. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു കുടുംബം ആത്മീകത്തിനകത്ത് അലസരായാൽ, സഭായോഗം മുടക്കിയാൽ, കുടുംബ പ്രാർത്ഥന മുടക്കിയാൽ, സ്തോത്രം, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ ചോർത്തിക്കളഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ആഘാതം ഉണ്ടാകുന്നത് വീടിനകത്തായിരിക്കും. സ്തോത്രം. കുടുംബമുള്ളവർ, ഭവനമുള്ളവർ, കുടുംബജീവിതമുള്ളവർ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളൊരു വാക്യമല്ല, ഈ 32-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകം നിങ്ങൾ സ്തോത്രം നിങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി സൂക്ഷിക്കണം. കാരണം സ്തോത്ര, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിനകത്ത് വന്നു കയറുന്ന സകല അപജയങ്ങളും അതിൻ്റെ സ്തോത്രം, അതിൻ്റെ ഭവിഷ്യത്ത് നേരിടുന്നത് വീടിനകത്താണ്. സ്തോത്രം.
അതിനകത്താണ് അതിൻ്റെ ക്ലേശങ്ങൾ വരുന്നത്. അപ്പം അതിൻ്റെ മറുഭാഗം, നമ്മൾ ദൈവത്തെ, പണം കുറവായിരിക്കും, ശമ്പളം കുറവായിരിക്കും, ചിലപ്പോൾ നമുക്ക് ജോലി ഹാർഡായിരിക്കും, പക്ഷെ നമ്മൾ ദൈവത്തിന് വേണ്ടി വില കൊടുക്കുമ്പോൾ അതിൻ്റെ നന്മ നിൻ്റെ ഇരട്ടി ശമ്പളമുള്ള ആളുടെ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ സ്വർഗം നിൻ്റെ വീട്ടിൽ തരും. സ്തോത്രം. കാരണം ആത്മീകതയുടെ അനുഗ്രഹം മുഴുവൻ തളം കെട്ടുന്നത് ഭവനത്തിനകത്താണ്. വ്യക്തികളെയാണ് ദൈവം ഫോക്കസ് ചെയ്യുന്നതെങ്കിലും അവർ പാർക്കുന്ന കുടുംബത്തെക്കുറിച്ച്, വീടുകൾ സ്തോത്രം കർത്താവിൻ്റെയും ദൈവത്തിൻ്റെ ലക്ഷ്യമാണ്. കാരണം യേശുക്രിസ്തു ശിഷ്യന്മാരെ അയച്ചപ്പോഴും പറഞ്ഞത് സ്തോത്രം നിങ്ങൾ വീടുകളിൽ പോകണം. അങ്ങനെ എഴുതി വെച്ചത് മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്, അവർ ഭവനങ്ങൾ, ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ, റോട്ടിൽ പോയി പരസ്യവും നടത്തുന്നതോ കവലയിൽ പോയി ട്രാക്ട് കൊടുക്കുന്നതോ നിർത്തരുത്, അത് തെറ്റല്ല. പക്ഷെ കർത്താവ് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ വീടുകളിൽ പോകണം. നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ, സ്തോത്രം. നോക്ക്, സുവിശേഷത്തിൻ്റെ ആ വേലയുടെ ആധിക്യം കൊണ്ട്, അതിൻ്റെ ആവേശം കൊണ്ട് നമ്മൾ വഴി കാണുന്ന എല്ലാവർക്കും, ബസ്സിലിരിക്കുന്ന എല്ലാവർക്കും ട്രാക്ട് കൊടുക്കുന്ന നല്ല കാര്യം കൊടുത്തു. പക്ഷെ കർത്താവ് ഉദ്ദേശിച്ചത് നീ ഓരോ വീട്ടിൽ ചെല്ലണം. വീട് കർത്താവിൻ്റെ ലക്ഷ്യമാണ്. സ്തോത്രം. വീട് അനുഗ്രഹിക്കപ്പെടണം. പല ഭവനങ്ങളിലെയും പ്രശ്നം, സ്തോത്രം, റോട്ടിലും ജോലി സ്ഥലത്തൊക്കെ പ്രസന്നരാണെങ്കിലും വീട്ടിൽ വരുമ്പോൾ സ്തോത്രം പ്രതിസന്ധികൾ നേരിടുന്ന സ്ഥലമായി മാറും. വീടുകൾ പ്രശ്ന കേന്ദ്രമായി മാറുന്നു. അത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നമ്മുടെ ഒരൊറ്റ കുടുംബത്തിനകത്ത് സംഭവിക്കരുത്. ഈ ഉപവാസം ചില കാര്യങ്ങളെ തുടച്ചു കളയുന്ന ഉപവാസമാണ്. നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തെ ഇന്ന് രാത്രികാലം ദൈവം മാറ്റണം. അതെല്ലാം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. ആത്മീകത്തിനകത്ത് നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ അതിൻ്റെ അനുഗ്രഹം വീടിനകത്തിരിക്കും. അപ്പം മുള്ളും പറക്കാരെയും മുളച്ചു പൊങ്ങി വീടിനകത്ത്, അത് ആ ഫ്രേസ്, ആ പ്രയോഗം നിങ്ങൾക്കറിയാം. മുള്ളും പറക്കാരെയും വേദപുസ്തകത്തിൽ അനവധി ആവർത്തി വരുന്നതാണ്. സ്തോത്രം. അത് മുളച്ചു പൊങ്ങി, അതിങ്ങനെ മുളച്ചു നിൽക്കുക. സ്തോത്രം. അതിൻ്റെ മൊത്തത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് 15-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ എന്ന് പറയുന്ന ഒരു കാലാവധിയെ കുറിക്കുന്നതാണ്. സ്തോത്രം. അഡ്മിറ്റായിരിക്കുന്ന, നിങ്ങൾ പറഞ്ഞ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതല്ലേ, അഡ്മിറ്റായിരിക്കുന്ന രോഗി കൂടെ ചോദിക്കുന്നു, എന്നെ എപ്പോഴാണ് വീട്ടിൽ വിടുന്നത്, ഞാൻ എത്ര നാൾ ഇവിടെ കിടക്കണം? ഡോക്ടർ പറയുന്നു BP നോർമലാകുമ്പോൾ പോകാം എന്ന് പറഞ്ഞാൽ ഒരു ടൈമിംഗ് ആണ്. എപ്പോഴാണോ BP നോർമലാകുന്നത് അന്ന് ഡിസ്ചാർജ് ചെയ്യാം എന്നതുപോലെ എന്ന് വീട്ടിലെ മുള്ളും പറക്കാരെ മാറും. എൻ്റെ മറുപടി 15-ാം വാക്യം. എന്ന് മാറും? സ്തോത്രം. വീട്ടിൽ മുളച്ച വിഷയങ്ങൾ, വീട്ടിൽ മുളച്ച മുള്ളുകൾ, വീട്ടിൽ മുളച്ച പ്രശ്നങ്ങൾ, വീട്ടിലുണ്ടായ പ്രതിസന്ധികൾ, അതെന്നുവരെ നിൽക്കും എന്ന് നിങ്ങളൊരു കൗൺസിലറോട് ചോദിച്ചാൽ, അയാൾ നമ്മളെ ഒരു 3 പ്രാവശ്യം സിറ്റിങ്ങിന് വിളിക്കും, കൗൺസിലിംഗ് നടത്തും, ഇതൊക്കെ പറഞ്ഞിട്ട് നിശ്ചയിക്കും. പക്ഷെ ബൈബിളിനോട് ചോദിച്ചാൽ ബൈബിൾ ഒറ്റ വാക്കി പറയും, എന്നാണോ ഉയരത്തിൽ നിന്ന് ആത്മാവ് നിങ്ങളുടെ മേൽ വരുന്നത് അന്ന് വരെയേ മുള്ളിന് നിൻ്റെ വീട്ടിൽ സ്ഥാനമുള്ളൂ, അന്ന് വരെയേ പറക്കാരയ്ക്ക് നിന്നിൽ സ്വാധീനമുള്ളൂ. അതാണ് ആ വാക്യത്തിൻ്റെ ആ ടെർമിനോളജി, ആ ഉപയോഗത്തിൻ്റെ, ഫ്രേസിൻ്റെ, ആ ടെൻസിൻ്റെ ഉദ്ദേശം ഇതാ. ഉയരത്തിൽ നിന്ന്, അങ്ങനെയല്ലേ വാക്യം, ഉയരത്തിൽ നിന്ന്, സ്തോത്രം, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ, ഈ വീട്ടിൽ പാർക്കുന്നവരുടെ മേൽ ദൈവാത്മാവിനെ പകരാൻ തുടങ്ങിയാൽ വീടിനകത്ത് മുളച്ചു നിൽക്കുന്ന മുള്ളുകളെ, വീടിനകത്ത് തലയെടുത്ത് നിൽക്കുന്ന പറക്കാരകളെ ദൈവത്തിന്റെ ആത്മാവ് ഒതുക്കിക്കളയും. ഈ രാത്രിക്കാലം അത് തന്നെ ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നു എന്നാണ് എൻ്റെ മനസാക്ഷി പറയുന്നത്. ഇന്ന് രാത്രി ഒരു കുടുംബമെങ്കിലും കഷ്ടം സഹിക്കുന്നെങ്കിൽ ഈ പ്രാർത്ഥനയുടെ 17-ാമത്തെ രാത്രി ചില മുള്ളുകളെ കരിയിക്കുന്ന ആത്മ സാന്നിധ്യം, ചില പറക്കാരകളുടെ വേരുണക്കുന്ന ദൈവാത്മ സാന്നിധ്യം ഈ രാത്രികാല സഭയ്ക്കകത്തേക്ക് വ്യാപരിക്കണം. നമ്മുടെ മേൽ ആത്മാവ് വ്യാപരിച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ വ്യാപരിക്കുമ്പോൾ സ്തോത്രം, ഈ മുള്ളും പറക്കാരെ, അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്
ആരാധനയ്ക്കൊരു താളമോ അല്ലെങ്കിൽ സ്തോത്രം നമുക്ക് ആ രീതിയിൽ ഒരു 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 പ്രത്യേകമായിരിക്കുന്നൊരു അനുഭവം ഉണ്ടാക്കാൻ അതൊക്കെ നല്ലതാണ്. ഒരു മറ്റേതൊരു ആരാധനകളെക്കാളൊക്കെ പരിശുദ്ധാത്മാവ് ആരാധനയിൽ, പരിശുദ്ധാത്മാവ് വീട്ടിൽ, പരിശുദ്ധാത്മാവ് വ്യക്തിയിൽ, പരിശുദ്ധാത്മാവ് മക്കളിൽ എന്നൊക്കെ നമുക്ക് ജനനില ക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമത്തിലെ ക്രിസ്തു, യെശയ്യാവിലെ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ ഫാമിലിയിൽ, നമ്മുടെ പേഴ്സണലി ജീവിതത്തിൽ, മക്കളിൽ, ശുശ്രൂഷയിൽ, സഭയിൽ, വീട്ടിൽ, ഇങ്ങനെ ഓരോന്നായിട്ട് ബൈബിളിൽ നിന്ന് പഠിക്കണം. സ്തോത്രം. ഇപ്പം വീട്ടിൽ ദൈവാത്മാവ് കയറിയാൽ വീട്ടിലെ മുള്ളുണങ്ങും. സ്തോത്രം. മുള്ളെന്ന് പറയുന്നത് വലിയ കോടാലിയൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന ഉണ്ടാക്കുന്ന. സ്തോത്രം. വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് ഇറിറ്റേറ്റഡാണ്. ആ സംഭവങ്ങളെ മുഴുവൻ പരിശുദ്ധാത്മാവില്ലാതാക്കും. ഈ രാത്രി ഞാനത് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് തലയ്ക്ക് മീതെ കൂടെ അത് പോകരുത്? നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ പേരൻസിലോ, നിങ്ങളുടെ സഹോദരങ്ങളുടെ വീട്ടിലോ എവിടെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യാപരിച്ച് നിൽക്കുന്ന അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ ബാക്കി കിടക്കുന്ന 2-3 ദിവസങ്ങൾ കൊണ്ട് ദൈവാത്മാവ് ഇറങ്ങുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ചില കാര്യങ്ങൾ വേരോടെ കരിയണം. എവിടെയോ മൊട്ടിട്ട് നിൽക്കുന്ന വിഷയങ്ങളെ, എവിടെയോ മുള്ളായി നിൽക്കുന്ന ഭാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം വീടിനകത്ത് പുറത്തുള്ളതൊക്കെ വിട്. സ്വത്രഹലിന്റെ പുരയുടെ ത്തിനുള്ളതകത്ത് വിട്, റോഡ് സൈഡിലെ വിട്, വഴിയോരത്തെ വിട്, അയൽവക്കത്തെ വിട്, നിന്റെ തറവാട്ടിലെ വിട്. പക്ഷെ നിന്റെ വീടിനകത്ത് ഇനി മുള്ളുണ്ടാകാൻ പാടില്ല. അതിന്ന് അവകാശമായി പറയണം, എന്റെ കുടുംബത്തിൽ ഇനി മുള്ളും പറക്കാരെയും ഉണ്ടാകരുത്. രക്തത്താലെ ജയം ഹതുര ശമന രഗന ദരാജ ലക്ഷസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുള്ളും പറക്കാരെയും ഉണ്ടാകരുത്. അപ്പൊ വീടിനകത്ത് ആത്മപകർച്ചയാണ് പഴയ നിയമത്തിൽ. അതിനെ പകരുമ്പോൾ, പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന നോക്കിയേ, ആത്മാവ് പകരുമ്പോൾ അപ്പോൾ മരുഭൂമി. ആ വാക്ക് നമുക്കറിയാം. ആത്മാവിനെ പകരുമ്പോൾ ടോട്ടലി ചേഞ്ച് ഉണ്ടാകുകയാണ്. വരണ്ട് കിടന്ന സ്ഥലം ദൈവാത്മാവ് വരുമ്പോൾ ഉദ്യാനമായി മാറുന്നു, പൂന്തോട്ടം, ഗാർഡനായി. അങ്ങനെ അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. യെശയ്യാവ് തന്നെ 44-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. 44-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 3, 4, 5 വാക്യങ്ങൾക്കകത്തൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് നോക്കിയേ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അവർ പുല്ലിൻ്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. ഞാൻ യഹോവയ്ക്കുള്ളവനെന്ന് ഒരുത്തൻ പറയും, മറ്റൊരുത്തൻ തനിക്ക് യാക്കോബിൻ്റെ പേരെടുക്കും. അങ്ങനെ താഴേക്ക് അറിഞ്ഞു വരിക. ഇപ്പം ഇവിടെ ആദ്യം വീടിനകത്ത് സ്തോത്രം നിൽക്കുന്ന മുള്ളും പറക്കാരെയും ആത്മാവിനെ പകരുന്നതോടുകൂടെ ദൈവമായ കർത്താവ് എടുത്തു കളയുമ്പോൾ 44-ലേക്ക് എത്തുമ്പോൾ നിന്റെ സന്തതിയുടെ മേൽ ആത്മാവിനെ പകരും. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കഴിയുമ്പോൾ സ്തോത്രം അവൻ്റെ വളർച്ചയ്ക്ക് മാറ്റം വരും. അവിടെ സൂക്ഷിച്ച് പരിശോധിച്ചാൽ സ്തോത്രം 2 തരം വളർച്ച കാണാം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ നോക്കി. അവർ പുല്ലിൻ്റെ ഇടയിൽ നീർത്തോടുകൾ കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. പ്രകൃതിയിലേക്ക് നോക്കിയാൽ 2 തരത്തിൽ പുല്ല്, സ്തോത്രം, പുല്ല് മുളയ്ക്കും വളരും. പക്ഷെ പുല്ല് നിലത്ത് പറ്റിക്കിടന്ന് പടർന്ന് വളരുന്നതാണ്. സ്തോത്രം. അലരി എന്ന് പറയുന്നത് താഴെ നിന്ന് നേരെ മുകളിലേക്ക് വളരുന്നതാണ്. സ്തോത്രം. സ്ഥൂലമായി മുകളിലേക്ക് വളരുന്നതാണ്. പക്ഷെ ആത്മാവിനെ പകരുന്ന സന്തതി അത് ഈ നിലത്ത് കിടന്ന് പടർന്ന് വളരുകയല്ല. സ്തോത്രം. പുല്ലുപോലെ പുല്ലുകൾക്കിടയിൽ കിടന്ന് വളരുകയല്ല, അത് അലരി പോലെ വളരും. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പകർന്ന സന്തതി അതിൻ്റെ വളർച്ച താഴേക്കായിരിക്കുകയല്ല, അതിൻ്റെ വളർച്ച നിലത്ത് പടർന്നായിരിക്കുകയല്ല. ആത്മാവിനെ പകർന്ന സന്തതിയെ മുകളിലേക്ക് വളർത്തുന്നൊരു ദൈവമുണ്ട്. അലരി പോലെ മുകളിലേക്ക് വളരും. നിന്റെ സന്തതി നീർത്തോടിനരികെ എൻ്റെ ആത്മാവിനെ നിന്റെ സന്തതിയുടെ മേൽ പകർന്നു കഴിയുമ്പോൾ അതിനെ അലരി പോലെ വളർത്തുമെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. പഴയ നിയമഭാഗത്തല്ല എഴുതിയിരിക്കുന്നത്, പകരുക എന്നുള്ള പദമാണ്. ഇനി അതിന് തെളിവിലേക്ക് പോകേണ്ട കാര്യമില്ല. സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിനകത്ത് സ്തോത്രം പകരുക എന്നതല്ല, അത് പകരുന്നതിനെക്കുറിച്ചൊരു പ്രവചനമായിരുന്നു. അത് മാളിക മുറിയിൽ പകരപ്പെട്ടു.
ഓരോരുത്തരുടെ മേൽ പകർന്നു. പകർന്നവർ അതിൻ്റെ അനുഭവമാണ് നിറഞ്ഞത്. സ്തോത്രം, നിറഞ്ഞത്. അപ്പോൾ അവർ നിറഞ്ഞപ്പോഴാണ്, ആത്മാവിൽ അവർ നിറഞ്ഞപ്പോൾ അന്യഭാഷ പറയാൻ തുടങ്ങി. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായി സംസാരിക്കുന്ന എഴുതിയിട്ടുണ്ട്. അപ്പം ആത്മാവിൽ നിറയുമ്പോൾ സ്തോത്രം അവർ അന്യഭാഷയിൽ അവിടെ അപ്പോസ്തലപ്രവൃത്തി 2 വായിക്കുന്നത്, ആത്മാവിൽ നിറഞ്ഞപ്പോൾ അവർ അന്യഭാഷ പറയാൻ തുടങ്ങി. സ്തോത്രം, പറഞ്ഞു തുടങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, അതിപ്പോൾ എല്ലായിടത്തും ആത്മാവ് നിറയുമ്പോൾ അന്യഭാഷ പറയണമെന്നും നിർബന്ധമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ 2-ാമത്തെ അധ്യായത്തിനകത്ത് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി 4-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ അധ്യായം. 4-ാമത്തെ അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത് നോക്കി. 7-8 വാക്യങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? 7-8 വാക്യങ്ങൾ. ഇവരവരെ നടുവിൽ നിർത്തി. അടുത്തത്, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അതിൻ്റെ ഈ വാക്കുകൾ വായിക്കുമ്പോൾ നിങ്ങളെല്ലാം എൻ്റെ പ്രയോഗം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്ന പത്രോസ് പറഞ്ഞെന്നല്ല. പരിശുദ്ധാത്മാവ് എൻ്റെ അർത്ഥം ഇപ്പം സംഭവിച്ചതാ. സ്തോത്രം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്ന എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് യഹൂദൻ്റെ മതകോടതിക്കകത്താണ്. മറ്റത് 2-ാം അധ്യായത്തിനകത്ത് 120 പേർ വട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിനകത്താണ് ആത്മാവ് ഇറങ്ങി വന്ന് ഓരോരുത്തരെ നിറച്ചത്. ആ നിറച്ച കൂടത്തിൽ പത്രോസ് ഉണ്ടായിരുന്നല്ലോ. പത്രോസ് അത് നിറഞ്ഞതല്ലേ? അന്ന് നിറഞ്ഞ പത്രോസ് അവർ പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ യഹൂദ മതം അവർക്കെതിരായി. മതം അവരെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം ഈ സ്തോത്രം മതകോടതിക്കകം അവരെ വിസ്തരിക്കാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. എവിടെ എഴുതിയിരിക്കുന്നത്? മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം 5-ാമത്തെ വാക്യം. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി. അപ്പോൾ ആ കാണുന്നത് ഒരു ഫുൾ ബെഞ്ചാണ്. മതകോടതിയുടെ ജഡ്ജിയാണ് മഹാപുരോഹിതൻ. ഇവിടെ പല മഹാപുരോഹിതന്മാരെ കാണുന്നു. സ്തോത്രം, ഇവരെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ വിസ്തരിക്കാൻ ഇത്രയും പേര് ഒരുമിച്ച് കൂടിയില്ല. സ്തോത്രം, നിങ്ങൾ ഓർക്കണം, യേശുക്രിസ്തുവിനെ വിസ്തരിക്കാൻ വേണ്ടി ഇത്രയും മഹാപുരോഹിതം കയ്യാഫും കന്നാഫും വന്നു. പക്ഷേ സ്തോത്രം, ഈ പറയപ്പെട്ട അലക്സന്തരും അതുപോലെ യോഹന്നാനും സ്തോത്രം മഹാപുരോഹിത വംശത്തിലുള്ള മുഴുവൻ ആളുകൾ അവിടെ വന്നതായി കാണുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തുടങ്ങിയപ്പോൾ യഹൂദന്മാർ വിചാരിച്ചു യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതോടുകൂടെ പ്രശ്നം തീർന്നെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇരട്ടി ശക്തിയോടെ സ്തോത്രം അവർ പ്രവർത്തനം സജീവമാക്കുകയായിരുന്നു. അപ്പം ദൈവാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി പ്രശ്നം വലുതാണ്. അതുകൊണ്ട് മഹാപുരോഹിത വൃന്ദത്തിലെ സകലരും ഒരുമിച്ച് കൂടിയിട്ട് ചോദ്യം ഇതാണ്: നിങ്ങൾ ഏത് ശക്തി കൊണ്ടാണ് ഇത് ചെയ്യുന്നത്? ഏത് നാമത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്? അവർക്ക് മനസ്സിലായി ഇതൊരു അമാനുഷിക പ്രതിഭാസമാണ്. ഇവർ ചെയ്തത് സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലിരുന്ന മനുഷ്യൻ്റെ കയ്യെ പിടിച്ചിട്ട് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യെ പിടിച്ച മാത്രയിൽ അവൻ്റെ നരിയാണി ഉറച്ച് എഴുന്നേറ്റ് തുള്ളിച്ചാടി ദൈവാലയത്തിൽ കയറി. അപ്പൊ 10 ആലയത്തിന്റെ വാതിക്കൽ ഭിക്ഷയാചിച്ചിരുന്ന മനുഷ്യനെ ഒരു വിധത്തിൽ സഹായിക്കാൻ യഹൂദന്റെ ദേവാലയത്തിനകത്ത് ഒരു ശുശ്രൂഷകൾക്കും കഴിയാതിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വന്ന ഇവര് കയ്യാ പിടിച്ച മാത്രയിൽ പള്ളിമുറ്റത്തിരുന്നവനെ പള്ളിക്കകത്ത് കയറ്റി. അത്ര വലിയ മാറ്റം അവിടെ സംഭവിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഏതോ ശക്തി ഇതിൻ്റെ പുറകിലുണ്ട്. സ്തോത്ര ഹല്ലേലൂയ, ഏതോ പവർ ഇതിൻ്റെ പുറകിലുണ്ട്. അതേതാണെന്ന് അവർക്കറിയണം. അതാണ് വിസ്താരം. സ്തോത്രം. അങ്ങനെ ചോദ്യത്തിൻ്റെ മറുപടി വക്കീലില്ല പത്രോസിനും യോഹന്നാനും. സ്തോത്രം, അവർ കോടതിക്കകത്ത് നിന്നുകൊണ്ട് മറുപടി പറയുകയാണ്. അതിനെഴുതിയിരിക്കുന്ന വാക്കാണ് നമ്മളിപ്പോൾ വായിച്ച സ്തോത്രം 8-ാമത്തെ വാക്യം. അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ കോടതിക്കകത്ത് പ്രതിക്കൂട്ടിനകത്ത് നിൽക്കുന്ന പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കൊണ്ട് നിൽക്കുന്നതല്ല.
നീ ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ, നിനക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ, നിന്നെ അധികം ശക്തനാക്കി മാറ്റാൻ, നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്നെ സഹായിക്കാൻ നിന്റെ അകത്ത് നിറവായി വരുന്നതാണ് ദൈവാത്മാവ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽക്കാലം ഓർക്കണം, ഇന്നലത്തെ യോഗത്തിൽ നിറഞ്ഞവരായിരിക്കാം, പക്ഷെ ഇന്നും ദൈവാത്മാവ് നിറയ്ക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെ നീ അഭിമുഖീകരിക്കുമ്പോൾ നീ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം. അവിടെ ഇരിക്കുമ്പോൾ കോടതിക്കകത്ത് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളുടെ നടുവിൽ ദൈവാത്മാവിൽ നിറഞ്ഞവനായി മറുപടി പറഞ്ഞപ്പോൾ ആ കോടതിയുടെ അധികായന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെയായി. ഞാൻ പറയാം, നീ പരമാർത്ഥിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് നിറഞ്ഞാൽ നിനക്ക് വിരോധമായി പ്രവർത്തിക്കാൻ വരുന്നവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയാകും. അതിൻ്റെ കണ്ടിന്യൂഷനാണ് പുറകോട്ട് വരുമ്പോൾ പറയുന്നത്. സ്തോത്രം, ഇത് മാനുഷികമെങ്കിൽ തന്നെ നിന്നു പോകും, ദൈവികമെങ്കിൽ നിർത്താൻ കഴിയില്ല. അപ്പോൾ കോടതിയെ ഉത്തരം മുട്ടിച്ച സ്ഥിതിയിലേക്ക് ആത്മാവിനെ കൊണ്ടുപോയി. ദൈവാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത് കൂടെ കൂടെ നിറച്ചുകൊണ്ടിരിക്കും. നീ പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടിലകപ്പെടുമ്പോൾ. അങ്ങനെ അവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഭീഷണിപ്പെടുത്തി. സ്തോത്രം, ഈ നാമത്തിൽ പറയരുതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് അവർ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്ക ചെന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവര് ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു. ആകാശവും ഭൂമിയും സമുദ്രം അവരുടെ സകലം ഉണ്ടാക്കിയ നാഥനെ നമ്മൾ പ്രാർത്ഥിച്ച് വരുവാണേ. അങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ, സ്തോത്രം, 31-ാം വാക്യം, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പിന്നെ നിറയുന്നു. 2-ാം അധ്യായത്തിൽ നിറഞ്ഞവർ 4:7 ഒരു ക്രിട്ടിക്കൽ വേളയിൽ പത്രോസ് നിറഞ്ഞു. 4:31 പിന്നെയും പത്രോസ് ഉണ്ടല്ലോ അതിനകത്ത്. അവിടെ എഴുതിയിരിക്കുന്നു, അവർ കൂടി എല്ലാവരും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പത്രോസ് അടക്കമുണ്ട്. അപ്പം അതിനർത്ഥം എന്താ? ആത്മനിറവെന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം കൊണ്ട് നിന്നില്ല. സ്തോത്രം, അത് സഭ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നിന്റെ കുടുംബം നേരിടുന്ന ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, നിന്റെ ശരീരം നേരിടുന്ന പ്രയാസങ്ങളുടെ നടുവിൽ, നിന്റെ മുമ്പിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ നിറച്ചുകൊണ്ടിരിക്കും. സ്തോത്രം, ഇന്ന് രാത്രികാലവും ഈ യോഗത്തിന്റെ നടുവിൽ ഇന്നലത്തേക്കാൾ അധികം നിറവോടെ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റാൽ, സ്തോത്രം, നീ കണ്ടോണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും നിന്റെ അകത്ത് നിറയ്ക്കുന്ന ആത്മാവ് ഇല്ലാതാക്കും. ഹല്ലേലൂയ. അതിന് ജീവിതത്തിലാണെങ്കിലും, കോടതിയിലാണെങ്കിലും, നിയമപ്രശ്നമാണെങ്കിലും, ജോലിയിലാണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് ആളുകൾക്ക് പരിഹാരം ഉണ്ടാക്കും, പരിഹാരം വരുത്തും. പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോഴെല്ലാം ദൈവാത്മാവിനാൽ വീണ്ടും വീണ്ടും നിറയപ്പെടുന്നത് കാണാം. ഒറ്റ പ്രാവശ്യം കൊണ്ട് നിൽക്കുകയില്ല. സ്തോത്ര, ഹല്ലേലൂയ. അവരെ വീണ്ടും വീണ്ടും നിറയ്ക്കുന്നത് കാണാം. ഈ ശക്തീകരണവും അങ്ങനെ തന്നെയാണ്. ആത്മശക്തി എന്ന് പറയുന്നത്, ആത്മശക്തി എന്ന വാക്കിന് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, സ്തോത്രം, ഒരു 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 പവർ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നതെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് തരുന്നത്, സ്തോത്രം, ഒരു വിഷയത്തെ എടുത്ത് മാറ്റിക്കളയാൻ അല്ലെങ്കിൽ തള്ളി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സ്, ആ ഒരു നിലവാരത്തിലല്ല എഴുതിയിരിക്കുന്നത്. സ്തോത്രം, വേദപുസ്തകത്തിൻ്റെ ഭാഷയനുസരിച്ച് ശക്തി എന്ന് പറയുന്ന വാക്കിന് കൊടുക്കുന്ന ഇൻ്റർപ്രട്ടേഷൻ അധികാരം ഉപയോഗിക്കാനുള്ള കഴിവെന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1-ലാണെന്ന എൻ്റെ ഓർമ്മ. സ്തോത്രം, 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണോ എന്ന് എനിക്കൊരു സംശയം. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ 12 വരെ അടുക്ക വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ശക്തിയും അധികാരവും കൊടുത്തു. ഇപ്പം 2 കാര്യങ്ങളാണ് അപ്പോസ്തലന്മാരെ അടുക്ക വിളിച്ചിട്ട് കർത്താവ് കൊടുക്കുന്നത്, ശക്തിയും അധികാരവും. സ്തോത്രം, അധികാരം എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഒരു അതോറിറ്റിയാണ്. ആ കൂടെ കൊടുക്കുന്ന ശക്തി എന്ന് പറയുന്നത്, സ്തോത്രം, ആരോഗ്യമല്ല, അല്ലെങ്കിൽ ഒരു സംഭവം എടുത്ത് എറിഞ്ഞു കളയാനുള്ള
ബലമല്ല. ബൈബിളിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ ശക്തി എന്ന് പറയുന്നത് അധികാരം ഉപയോഗിക്കാനുള്ള കഴിവാണ്. സ്തോത്രം. എല്ലാവർക്കും കഴിവ് ഒരുപോലല്ല. അധികാരം എല്ലാവർക്കും കാണും, പക്ഷെ അധികാരം ഉപയോഗിക്കാനുള്ള കഴിവ്, അതിനകത്താണ് കഥയിരിക്കുന്നത്. സ്തോത്രം. ആ കഴിവ് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അപ്പോൾ ശക്തി എന്ന് ശക്തീകരണം എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ തരണം ചെയ്യാനുള്ള കഴിവ്. കുടുംബജീവിതം നയിക്കാൻ കഴിവ് വേണോ? കല്യാണം കഴിച്ച് 3-4 പിള്ളേരോടാണ് ചോദിക്കുന്നത്. കുടുംബജീവിതം നയിക്കാൻ കഴിവ് വേണോ? ഇല്ലെങ്കിൽ പെടും. കാരണം സ്തോത്രം, ഫാമിലി ലൈഫിന് കഴിവ് വേണം. ഒരു ഭാര്യയായി ജീവിക്കാൻ കഴിവ് വേണം. ഒരു കുടുംബത്തിൻ്റെ ഗ്രഹനാഥനാവാൻ കഴിവ് വേണം. ഒരു പാസ്റ്ററാകാൻ കഴിവ് വേണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും കരുത്തും കഴിവുണ്ടെങ്കിലേ ഈ ദൈവദാസന് ഈ സഭയെ നയിക്കാൻ പറ്റുള്ളൂ. ഈസി അല്ല. എന്തെല്ലാം വിഷയങ്ങൾ ഫേസ് ചെയ്താലാ, എത്ര ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാലാ, ഏതെല്ലാം കാര്യങ്ങൾ തരണം ചെയ്താൽ, എത്ര കുടുംബങ്ങളുടെ വിഷയം തീർത്താലാ. അപ്പൊ ആ കഴിവുണ്ടെങ്കിലേ ഒരു സഭയെ നയിക്കാൻ പറ്റുള്ളൂ. ദൈവമായ കർത്താവ് ഒരുവനെ പിടിച്ച് പാലത്തെ കയറ്റിയിട്ട് കൈ ഒഴിയുന്നവനല്ല ദൈവം. ദൈവം ഒരുത്തനൊരു കുടുംബം കൊടുത്താൽ, ദൈവം ഒരുത്തനൊരു ശുശ്രൂഷ കൊടുത്താൽ, ദൈവം ഒരുത്തന് സ്വന്തം ഒരു സഭ കൊടുത്താൽ, അതിൻ്റെ കഴിവ് തരാനാ ദൈവാത്മാവിനെ നമുക്ക് തരുന്നത്. അപ്പൊ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ കഴിവുള്ളവനായി മാറുക. അധികാരം ദൈവം തരും. ആ അധികാരം ഉപയോഗിക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് തരും. സ്തോത്രം. അത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അനുസരിച്ച കഴിവ് വേണ്ടത്. സ്തോത്രം. ആ കഴിവ് വേണം, അതുണ്ടാവണം. ഇവിടെ ഒരു എന്താ പറയുക, ഇവിടെ വന്നിട്ട് ഊബർ ഉപയോഗിക്കുന്ന ഡ്രൈവറായിട്ട് ഉപയോഗിക്കുന്ന ആൾ ഇവിടെ നിന്നൊരു ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്തോത്രം ആളെ കൊണ്ടിറക്കുന്നതിന് ഒരു ഡ്രൈവർ ലൈസൻസ് വേണം, ഡ്രൈവറായിരിക്കണം. പക്ഷെ 28 വീലുള്ളൊരു വണ്ടി കൊണ്ട് ഇവിടുന്ന് സ്തോത്രം 20-22 മണിക്കൂറുകൾ കംപ്ലീറ്റ് ലോഡുമായി പോയി തിരിച്ചു വരണമെങ്കിൽ ഒരു സാധാരണ കാർ ഉപയോഗിക്കുന്നതിൻ്റെ കഴിവ് പോരാ. സ്തോത്രം. അതിന് കഴിവ് വേറെ വേണം. ഇപ്പോൾ ഓരോ പ്രൊഫഷനിലും അതിൻ്റെ കഴിവുകളാണ്. എല്ലാവർക്കും കഴിവ് ഒരുപോലല്ല. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, സാധാരണ ഈ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കുന്നൊരു ഉദാഹരണം ഞാൻ പറയാറുണ്ട്. സ്തോത്രം. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇലക്ഷൻ നടക്കുന്ന രാജ്യമാണ് നമ്മുടെ നാട്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എല്ലാവരും വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ സിസ്റ്റം ഉണ്ടായിരുന്നു. സ്തോത്രം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ അപ്പോൾ ഒരു ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതെല്ലാം റൂൾ ചെയ്യുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ആളുണ്ടെന്ന് ഭാരതത്തിലെ നമ്മളീ പലരും അറിയുന്നത് TN ശേഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷണർ അധികാരത്തിൽ വന്നതാണ്. അതിന് നമുക്കറിയാം, TN ശേഷൻ എന്ന് പറഞ്ഞ ഒരാൾ ഇലക്ഷൻ കമ്മീഷണറായി വന്നു. അദ്ദേഹം വന്നതോടുകൂടിയാണ് സകല അധികാരികളുടെയും സ്തോത്രം എന്താ പറയുക, അവർ ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങളിൽ നിന്നെല്ലാം നിയമത്തിൻ്റെ സാധ്യതയ്ക്കകത്ത് ഇലക്ഷൻ നടക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാ ദിവസവും TN ശേഷനെ കുറിച്ച് പത്രത്തിൽ വാർത്ത വരാൻ തുടങ്ങി. അദ്ദേഹത്തെ അറിയാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ കരുത്ത് തെളിയിക്കുന്നു. അതിനു മുമ്പും ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു, അങ്ങനൊരു കസേര ഉണ്ടായിരുന്നു. പക്ഷെ അധികാരം പോരായിരുന്നു. ഇതേത് കക്ഷിയോടാണെങ്കിലും ആ കക്ഷിയോട് മൊത്തത്തിൽ സ്വത്ത് എത്രയുണ്ട്, എത്ര രൂപ ഇലക്ഷന് ചെലവാക്കിയ പണം എവിടെ നിന്ന് കിട്ടി, ആ കാര്യം ചോദിക്കാൻ കരുത്തുള്ള ഒരു അധികാരി, കഴിവുള്ള ഒരാൾ കസേരയിൽ വന്നു. സ്തോത്രം. അത് തന്നെയാണ് എപ്പോഴും സംഭവിക്കുന്നത്. ഭരണത്തിലിരിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കാം. നമ്മളീ പലരും പറയാറില്ലേ, നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഇപ്പോഴൊക്കെ കേരളത്തിലാണെങ്കിലും സ്തോത്രം ഓരോ കാലഘട്ടത്തിലും പാർട്ടി ഏതാണ്, നമുക്ക് രാഷ്ട്രീയമില്ല, പാർട്ടി ഏതാണെങ്കിലും സ്തോത്രം അധികാരിയുണ്ട്. പക്ഷെ ചിലപ്പോൾ പറയാറില്ലേ, ചില ഭരണമൊക്കെ നടക്കുന്ന സമയത്ത് പറയാറില്ലേ, കരുണാകരൻ ജീവിച്ചിരുന്ന കാലത്താണെങ്കിൽ ഇതൊന്നും നടക്കുകയില്ലായിരുന്നു. കരുണാകരൻ ഉദ്ദേശിച്ച് മുഖ്യമന്ത്രിയാണ് കേട്ടോ. സ്തോത്രം. നിങ്ങൾ പണങ്ങണ്ട, EK നായനാർ ജീവിച്ചിരുന്ന, അങ്ങനെയും പറയാറുണ്ടല്ലോ, നീ രണ്ടു കൂട്ടരും പണങ്ങണ്ട. സ്തോത്രം. കാരണം എന്താ, ഈ EK നായനാർ ഇരുന്ന കസേരയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ ഇരിക്കുന്നത്. കരുണാകരൻ ഇരുന്ന അതേ പദവിയിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി സാറും ഇരുന്നത്. പക്ഷെ അധികാരം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഈ കസേരയിൽ ഇരുന്നുകൊണ്ട്
അധികാരം ഉപയോഗിക്കുന്ന കാര്യത്തിൽ എല്ലാവരും വ്യത്യസ്തരാണ്. ആ കഴിവിനകത്താണ് സംഭവിക്കുന്നത്. ഭൂതങ്ങളെ പുറത്താക്കാൻ ഒരു കൃപ ദൈവം തരും, പക്ഷെ അത് ഉപയോഗിക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് തരും. അതിനാണ് ശക്തി എന്ന് പറയുന്നത്. അത് ഓരോരോ സന്ദർഭങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന കൃപയ്ക്ക് തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പൗലോസ് എഴുതിയത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡയബറ്റിസ് വരാതെ, BP വരാതെ, ഹല്ലേലൂയ, എന്നെ 2 കാലിൽ തുള്ളിച്ചാടി 80-ാമത്തെ വയസ്സിൽ നടത്തുന്നവനെന്നല്ല അർത്ഥം. പൗലോസിനെ കുറിച്ച് ഹിസ്റ്റോറിക്കലായി പറയുന്ന അദ്ദേഹത്തിന് എന്തൊക്കെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ശൂലെന്ന് പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആരോഗ്യ ദൃഢഗാത്രനും മെഡിക്കൽ ഫിറ്റും എന്നുള്ളതല്ല വിഷയം. മെഡിക്കൽ അൺഫിറ്റ് ആയിരിക്കും അയാൾ, എനിക്കറിയില്ല. പക്ഷേ പൗലോസ് പറയുന്നു, എൻ്റെ പൊക്കം കുറവാണെങ്കിലും എനിക്കറിയില്ല, ഞാൻ ഉദാഹരണം പറയുന്നത് കേട്ടോ, ശ്വാസം മുട്ടലുണ്ടെങ്കിലും, എൻ്റെ കണ്ണിന് കാഴ്ച കുറവാണെങ്കിലും, എല്ലാരെ പോലെ നടന്നെത്താൻ പറ്റില്ലെങ്കിലും, ഞാൻ നടക്കുമ്പോൾ കതപ്പുണ്ടെങ്കിലും, എന്നെ ശക്തനാക്കുന്നവൻ അഥവാ എന്നെ കരുത്തനാക്കുന്നവൻ മുഖാന്തരം ഇന്ന് ഞാൻ എന്തും ചെയ്യാൻ സമർത്ഥനാണ്. പരിശുദ്ധാത്മാവ് ഒരുത്തനെ കേറിയാൽ അവന്റെ ശരീരം ബലഹീനമാണോ? സ്തോത്രം, ഹല്ലേലൂയ. അവന് കഴിവ് കുറവാണോ? മലയാളം മാത്രമാണ് അറിയത്തുള്ളൂ? സ്തോത്രം, ഇതൊന്നും വിഷയമല്ല. ആത്മാവകത്ത് കയറുമ്പോൾ അവൻ്റെ സ്ഥിതി എന്തായിരുന്നാലും അവനെ ദൈവാത്മാവ് കഴിവുള്ളവനാക്കി മാറ്റുകയാണ്. സ്തോത്രം. അപ്പോൾ ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിന് തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് കരുത്തുള്ളവരാക്കി മാറ്റും. ആത്മാവ് നിറച്ചുകൊണ്ടിരിക്കും. നമ്മുടെ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, സഭായോഗത്തിൽ പോലും ദൈവസന്നിധിയിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിറച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു സ്തോത്രം പറയാൻ പോലും പറ്റാത്ത ഒരു മൂഡിലാണ് യോഗത്തിൽ പങ്കെടുക്കുന്നതെങ്കിലും യോഗം കഴിയുന്നതിനേക്കാൾ മുമ്പ് പരിശുദ്ധാത്മാവിൽ നിറച്ച് നമ്മളെ മടക്കി അയച്ചാൽ തിരിച്ചു പോകുമ്പോൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ള അധികാരം കൂടി ശക്തിയായി തന്നുവിട്ടാൽ നമ്മുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരെ സ്വർഗസ്ഥനായ ദൈവം പ്രശ്നത്തിനകത്തിട്ട് കുഴക്കത്തില്ല. അതിൽ നിന്ന് രക്ഷിപ്പാനായി ദൈവാത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി അഭിഷേകം എന്ന് പറയുന്നതോ, സ്തോത്രം, ഹല്ലേലൂയ, അതും സ്തോത്രം ദൈവസന്നിധിയിൽ ഓരോ വിഷയങ്ങളും നമ്മൾ സ്തോത്രം ശീലിച്ചതാണ്. നമ്മൾ സാധാരണ ചോദിക്കും, ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ ചെന്ന സമയത്ത് ഇൻ്റർവ്യൂ ചെയ്ത ആളിനോട് ചോദിച്ചു, അഭിഷേകം പ്രാപിച്ചതാണോ? സ്തോത്രം. കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്ത് ശരിക്കും പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ അമ്മ പറഞ്ഞു വിടും, പെണ്ണിനോട് പ്രത്യേകം ചോദിക്കണം അഭിഷേകം പ്രാപിച്ചതാണോ എന്ന്. സ്തോത്രം. നിങ്ങളോട് ചോദിച്ചൊന്നും എനിക്കറിയില്ല. സ്തോത്രം. അപ്പോൾ വാസ്തവത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് അഭിഷേകം പ്രാപിച്ചോ എന്ന് നമ്മൾ ശീലിച്ചൊരു പദമാണ്. ആ പദം കൊണ്ട് അമ്മ ഉദ്ദേശിച്ചത് എന്തായിരിക്കും? പെണ്ണ് അന്യഭാഷ പറയുന്നുണ്ടോയെന്നാണ്. അഭിഷേകം പ്രാപിച്ചതാണോ? എന്നോട് ബൈബിൾ കോളേജ് അധ്യാപകനും ചോദിച്ച ചോദ്യത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് പിടികിട്ടി, ഞാൻ അന്യഭാഷ പറയുന്ന ആളാണോ എന്ന്. സ്തോത്രം. പക്ഷെ അഭിഷേകം എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിക്കുന്നത്, സ്തോത്രം, ഒരു പർട്ടിക്കുലർ കാര്യം നടത്തിയെടുക്കാൻ സ്വർഗസ്ഥനായ ദൈവം അവന് കൊടുക്കുന്നൊരു പ്രത്യേകമായിരിക്കുന്ന നിയോഗമാണ് അഭിഷേകം. സ്തോത്രം. അത് ആ വിഷയം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബൈബിളിൽ നിന്ന് തെളിവുകൾ തരാം. സ്തോത്രം. 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടും. ഒന്ന് വായിച്ചേ. 2 ദിനവൃത്താന്തം 22:7 നോക്കാമോ? 2 ദിനവൃത്താന്തം 22:7. 2 ദിനവൃത്താന്തം 22:7 നോക്കാമോ? 22:7. അടുത്തത്. അവൻ ചെന്ന സമയം ആഹാബ് ഗ്രഹത്തെ നിർമൂലനാശം ചെയ്യാൻ യഹോവയെ അഭിഷേകം ചെയ്തവരായ നിംഷിയുടെ മകനായ യേഹു മതി. സ്തോത്രം. അപ്പോൾ ആ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. പശ്ചാത്തലങ്ങൾ എന്തുമാകട്ടെ, പക്ഷെ നിംഷിയുടെ മകനായിരിക്കുന്ന യേഹു ഒരു പട്ടാളക്കാരനായിരുന്നു. ആഹാബിൻ്റെ സൈന്യത്തിലെ ഒരു സോൾജിയർ, പട്ടാളക്കാരനായിരുന്നു. പക്ഷെ ദൈവം തമ്പുരാൻ യേഹുവിനെ അഭിഷേകം ചെയ്തു. എന്തിനാണ് അഭിഷേകം ചെയ്തതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്തിനാ അഭിഷേകം ചെയ്തേ?
എന്തിനാ ഉറക്കെ പറയാം? എന്തിനാ അഭിഷേകം ചെയ്തേ? ആഹാബ് ഗ്രഹത്തെ. അപ്പോൾ ഒരു പർപ്പസ് ഉണ്ട്. ചുമ്മാ അഭിഷേകം എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ പെന്തിക്കോസിൽ ചേർന്നുകൊണ്ട് അഭിഷേകം തരുന്നവനല്ല ദൈവം. നിങ്ങളങ്ങനെ വിചാരിക്കരുത്. ഈ സഭയിൽ ചേർന്നതിൻ്റെ പേരിൽ അഭിഷേകം കൊടുത്തേക്കാന്ന് ഓർക്കുകയില്ല. പിന്നെ എന്തിനാ? ഒരുത്തനെ ദൈവം അഭിഷേകം ചെയ്യുന്നുണ്ടെങ്കിൽ ആ അഭിഷേകത്തിൻ്റെ പുറകിൽ ദൈവം ഒരു പർപ്പസ് കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ യേഹൂവിനെ അഭിഷേകം ചെയ്തത് ആഹാബ് ഗ്രഹത്തെ ഉന്മൂലനാശം ചെയ്യണം. കാരണം ഇസ്രായേൽ ഗ്രഹത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയും ഇസ്രായേലിന് വിരോധമായി ഭയങ്കരമായ പ്രതിസന്ധികൾ നേരിട്ട് സ്തോത്രം അന്യദൈവങ്ങളെ ഇറക്കുമതി ചെയ്ത് ഇസബേലും ആഹാബും കൂടി സത്യദൈവത്തെ പുറത്താക്കി ഇസ്രായേലിനെ മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുമ്പോൾ സ്തോത്രം ഏലിയാവിനെ ദൈവമായ കർത്താവ് രംഗത്തിറക്കി. ഏലിയാവ് അവസാന സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇസബേലിനെ പേടിച്ച് ചൂടിച്ചടി കിടക്കുകയും അവിടെ നിന്ന് ദൈവം കൊടുത്തുവിട്ട് അപ്പം കഴിച്ചുകൊണ്ട് ബേർഷേബ ഗുഹയ്ക്കകത്ത് കിടക്കുകയും അവിടെ വന്ന് ദൈവം തട്ടി വിളിച്ചിട്ടും സമ്മതിക്കാതെ സ്തോത്രം ഞാൻ മറ്റു പലരേക്കാൾ ശ്രേഷ്ഠനല്ല എന്നും പറഞ്ഞ് റിസൈൻ ലെറ്റർ കൊടുക്കുന്നത് പോലെ ദൈവത്തോട് പറഞ്ഞു, സ്തോത്രം ഞാൻ ഇനി തയ്യാറല്ല എന്ന് പറഞ്ഞു. ദൈവം മാക്സിമം വന്ന് പിടിച്ചു നോക്കി. സ്തോത്രം. പക്ഷേ ദൈവം പിടിച്ചിട്ട് ഏലിയാവ് നിന്നില്ല. നിൽക്കാത്തതിൻ്റെ പേരിൽ സ്തോത്രം ദൈവം ഏലിയാവിനെ തിരിച്ചെടുത്തിട്ടാണ് യേഹൂവിനെ അഭിഷേകം ചെയ്യാൻ പറയുന്നത്. യേഹൂവിനെ അഭിഷേകം ചെയ്യുന്നത് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ചെയ്തത് ആഹാബ് ഗ്രഹത്തെ ഉന്മൂലനാശം ചെയ്യണം. അപ്പം ആ അഭിഷേകത്തിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. സ്തോത്രം. ആഹാബിൻ്റെ കുടുംബത്തെ വേരോടെ ഇല്ലാതാക്കാൻ ദൈവം ഒരു വാടക ഗുണ്ടയല്ല ഇറക്കിയത്. സ്തോത്രം. ഒരുത്തൻ്റെ വാളും കൊടുത്ത് വിടുകയല്ലായിരുന്നു, പിന്നെയോ ഒരുത്തന് അഭിഷേകം കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ദേശത്തെ മുടിക്കുന്ന അന്ധകാര ശക്തിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അന്യാരാധന ശക്തിയെ സ്തോത്രം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ദേശത്തിൻ്റെ ആത്മീയതയ്ക്കെതിരെ പോരാടുന്ന ദുഷ്ടശക്തിയെ ഇല്ലാതാക്കാൻ ദൈവം ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിക്കും. അതിനെ ഇല്ലാതാക്കാൻ ദൈവം നിശ്ചയിച്ചാൽ അതിന് സ്വർഗം ചെയ്യുന്ന പരിപാടിയാണ്. ഒരുത്തിനെ അഭിഷേകം ചെയ്തങ്ങ് ഇറക്കും. അത്ര മതി ദൈവത്തിന്. ഇനി അഭിഷേകം നിറഞ്ഞ യേഹൂ അയാൾ ഒന്നും ചെയ്തില്ല. അയാൾ പോകുന്ന വഴിക്ക് ഇസബേല് മാളികയുടെ മുകളിൽ നിന്ന്, നിങ്ങൾക്ക് ആ സംഭവം അറിയായിരിക്കും, കണ്ണെഴുതി മുടി ചീകിക്കൊണ്ട് നിൽക്കുക. സ്തോത്രം. കിളിവാതിൽ തുറന്നിട്ട് ഇസബേൽ ആരുടെ മുമ്പിൽ വഴങ്ങാത്ത ഏലിയാവിനെ പേടിപ്പിച്ച് ഓടിച്ച ഇരട്ടച്ചങ്കുള്ള ആ സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം. കിളിവാതിലൂടെ നോക്കി മുടി ചീവിക്കൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ ചൊറിയാൻ വന്നതുപോലെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ സ്തോത്രം അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് യേഹൂ താഴെ നിന്നിട്ട് രാജ്ഞിയുടെ അംഗരക്ഷകരായിരിക്കുന്ന ഷണ്ണന്മാർ മുടി ചീകുന്ന സമയത്ത് പോലും അവർ കാവലാണ്. അത്ര പ്രൊട്ടക്ഷനിൽ അവർ ജീവിക്കുന്നത്. അപ്പോൾ യേഹൂ താഴെ നിന്നുകൊണ്ട് മോളിലേക്ക് നോക്കിയിട്ട് അംഗരക്ഷകരോട് പറഞ്ഞു അവളെ തള്ളി താഴെയിടാൻ. അങ്ങനെ പറഞ്ഞ മാത്രയിൽ അവർ തള്ളിയിട്ടു. അത്രയുള്ള അഭിഷേകം ഉണ്ടെങ്കിൽ സ്തോത്രം. ചീത്തവിളിയില്ല, തമ്മിൽ തല്ലില്ല, പോരാട്ടമില്ല, എടിബോടി വിളിയില്ല. അയക്കടമേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഈ ശക്തിയെ തകർക്കാനാണ്. അതുകൊണ്ട് അവൻ താഴെ നിന്ന് മോളിലേക്ക് നോക്കിയാൽ അഭിഷേകം അവൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ട് ആ വിഷയത്തെ തകർക്കാനിടയാകും. സ്തോത്ര. ഹല്ലേലൂയ. അപ്പോൾ ഓർത്തോളണം, പുതിയ നിയമത്തിനകത്ത് അഭിഷേകമുണ്ട്. സ്തോത്രം. നമ്മൾ വായിച്ച കൊരിന്ത് ലേഖനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, 2 കൊരിന്ത്യർ 1:20 എഴുതിയിട്ടുണ്ട്, നമ്മെ അഭിഷേകം ചെയ്തത് ദൈവമാണ്. പുതിയ നിയമസഭയ്ക്കകത്ത് വന്നിരിക്കുന്ന ദൈവമക്കളെ അഭിഷേകം ചെയ്തിരിക്കുക. എന്തിനാണ്? സഭയ്ക്കകത്തിരുന്ന് സ്തോത്രം പറയാനല്ല, നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുക. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളെ, നിന്റെ കുടുംബത്തെയും തലമുറകളെയും ദേശത്ത് ദൈവപ്രവൃത്തിയെ തടയുന്ന ദുഷ്ട വ്യാപാര ശക്തികളെ, ആ ശക്തികളെ ഇല്ലാതാക്കാൻ അതിന് ദൈവം അഭിഷേകം ചെയ്തിരിക്കുക. അങ്ങനെ ഓരോ അഭിഷേകത്തെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ശൗമേലിൻ്റെ പുസ്തകത്തിൽ സ്തോത്ര ഹല്ലേലൂയ പറയുന്നൊരു വാക്കുണ്ട്. 2 ശൗമേൽ 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണോ നോക്കി. 2 ശൗമേൽ 3:19 എന്താ നോക്കി. 2 ശൗമേൽ 3:19. ആ
2 ശമൂവേൽ 3:19 ഒരു മിനിറ്റ്. സ്തോത്രം. ഓ 3:39 വേണേ, സോറി 3:39. ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇന്ന് ബലഹീനനാകുന്നു. സെരൂയയുടെ പുത്രന്മാരായ ഈ പുരുഷന്മാർ എനിക്ക് ഒതുങ്ങാത്ത കഠിനന്മാരത്രേ, ദുഷ്ടത പ്രവർത്തിച്ചവൻ. ഓക്കെ, ആ വാക്കിനകത്ത് ദാവീദ് അപലപിക്കുക. അദ്ദേഹം പറയുന്ന വാക്കിതാണ്, ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനാണ്. ബോധ്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഇപ്പം പറയുന്നു രാജാഭിഷേകം പ്രാപിച്ചവനാണെങ്കിലും ബലഹീനനാകുന്നു. ബലഹീനൻ എന്ന് ഉദ്ദേശിച്ചത് ഫിസിക്കലി അദ്ദേഹത്തിന് പ്രായം കൂടിയതുകൊണ്ട് ക്ഷീണം വന്നെന്നുള്ളതല്ല. അത് വായിക്കുമ്പോൾ വായനയെ മനസ്സിലാവും. അടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുന്ന എന്താ? സെരൂയയുടെ പുത്രന്മാരായി ഈ പുരുഷന്മാർ എനിക്ക് ഒതുങ്ങാത്ത കഠിനം എന്ന് വെച്ചാൽ ഇവർ ഒതുങ്ങുന്നില്ല. സെരൂയയുടെ പുത്രന്മാരെന്ന് പറയുന്ന രാജാവിനോട് ബന്ധപ്പെട്ട്, സെരൂയ ദാവീദിൻ്റെ പെങ്ങളാണ്, പെങ്ങളുടെ മക്കളാണ്. ഇവരെല്ലാം ഭരണത്തിൻ്റെ ഓരോ ഭാഗം വഹിക്കുന്നവരാണ്. പക്ഷെ രാജാവായിരിക്കുന്ന ദാവീദിന് രാജകീയ അഭിഷേകം ദൈവം കൊടുത്തു. 1 അല്ല 2 അല്ല 3 ആവർത്തി അദ്ദേഹത്തിൻ്റെ മേൽ അഭിഷേകം കിടക്കുന്നുണ്ട്. സ്തോത്രം. 16-ാമത്തെയോ 15-ാമത്തെയോ വയസ്സിൽ കാട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് വീട്ടുമുറ്റത്ത് വെച്ച് അഭിഷേകം ചെയ്തു. സ്തോത്രം. അത് കഴിഞ്ഞ് ശൗല് കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ സ്തോത്രം അവിടെ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മൂപ്പന്മാർ വിളിച്ചോണ്ട് വന്ന് ദാവീദിനെ അഭിഷേകം ചെയ്തു. അത് കഴിഞ്ഞ് യഹൂദാഗ്രഹത്തിൻ്റെ ആളുകൾ വിളിച്ചോണ്ട് വന്ന് അഭിഷേകം ചെയ്തു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി 3 ആവർത്തി അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. ഇത്രയും അഭിഷേകം കിടക്കുമ്പോൾ ഇദ്ദേഹം ഇപ്പം പറയുകയാണ്, ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനാണെങ്കിലും ഇപ്പോൾ ബലഹീനനാകുന്നു. എങ്ങനെ അദ്ദേഹം ബലഹീനാൻ തിരിച്ചറിഞ്ഞത്? ആശുപത്രി പോയി മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോഴല്ല. അതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്, സെരൂയയുടെ പുത്രന്മാരായ കഠിനന്മാർ എനിക്ക് ഒതുങ്ങുന്നില്ല. അപ്പൊ രാജാഭിഷേകം അതിൻ്റെ പവറിൽ നിൽക്കുകയാണെങ്കിൽ എത്ര വലിയ കഠിനനും ഒതുങ്ങും. ഇപ്പൊ ഒതുങ്ങാത്തത് കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ അഭിഷേകം പുതുക്കേണ്ട സമയമായി. സ്തോത്ര ഹല്ലേലൂയ. എൻ്റെ അഭിഷേകത്തിൽ എന്നെ അഭിഷേകം ചെയ്തതാണെങ്കിലും ബലഹീനനാകുന്നു. സ്തോത്രം. ഈ രാത്രികാലം ദൈവത്തിൻ്റെ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, സ്തോത്രം, അഭിഷേകത്തിൻ്റെ ശക്തി ചില വിഷയങ്ങളെ ഇല്ലാതാക്കാൻ സ്വർഗസ്ഥനായ ദൈവം ചിലരെ അഭിഷേകം ചെയ്ത് നിയോഗിക്കും. ആ അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ശക്തികളെ കേസില്ല, വഴക്കില്ല, ആയുധമെടുക്കലില്ല, പോരാട്ടമില്ല, പോർവിളിയില്ല. അഭിഷേകത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ അത് കളയാതെ സൂക്ഷിച്ചാൽ ചില ദുഷ്ടശക്തികളെ, എതിരെ നിൽക്കുന്ന അന്ധകാര വ്യാപാരങ്ങളെ, ഇസബേലിന്റെ വ്യാപാരം പോലെ നിൽക്കുന്ന പോരുകളെ, അതിനെ ഇല്ലാതാക്കാൻ സ്വർഗസ്ഥനായ ദൈവം കൊടുക്കുന്നതാണ് അഭിഷേകം. അങ്ങനെ ഓരോ വിഷയങ്ങളിലും ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം ആത്മശക്തി എന്ന് പറയുന്നത് വ്യക്തിപരമായ ജീവിതത്തിലും നമ്മളുടെ ആത്മീക പോരാട്ടത്തിലുമെല്ലാം ഏറ്റവും അധികം സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇനി ആത്മശക്തി അത് സ്തോത്രം നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി പോലും നമുക്ക് എത്തിച്ചു തരുന്നത് ദൈവത്തിൻ്റെ ആത്മശക്തി കൊണ്ടാണ്. അതെവിടെ എഴുതിയിരിക്കുന്നത്? എഫേസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അതോടെ വായിച്ച് നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. എഫേസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. എഫേസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വാക്യം ആ ആ ആ ആ അപ്പോൾ ആ ശക്തിയെ ഇവിടെ ഒരിക്കൽ കൂടി എഴുതിയിരിക്കുന്ന വാക്യം ഇതാണ്. ഈ വാക്യം പ്രാർത്ഥനയെ ഫോക്കസ് ചെയ്തുകൊണ്ടൊരു വാക്യമാണ്. എന്താണ് പ്രാർത്ഥനയെ ഫോക്കസ് ചെയ്യുന്നത്? എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. അപ്പം നമ്മളൊരു കാര്യം ദൈവത്തോട് ചോദിക്കുക. സഭ 21 ദിവസമായിട്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ ആത്മാക്കളെ തരണമെന്നോ അല്ലെങ്കിൽ സഭയുടെ ബാക്കി കാര്യങ്ങളോ. നിങ്ങൾ ഓരോ കുടുംബങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ സഭ ഇങ്ങനെ പ്രാർത്ഥന ക്രമീകരിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. വെറുതെ വൈകുന്നേരമായപ്പോൾ നമുക്ക് സിനിമയ്ക്ക് പോകാനും പറ്റിയല്ല, വേറെ എങ്ങും പോകാനും പറ്റിയല്ല, ആകെപ്പാടൊരു എൻ്റർടൈൻമെൻറ്റ് ഇവിടെ വന്ന് ഈ പാട്ടും പ്രസംഗവും മാത്രമേ ഉള്ളൂ എന്നുള്ള മൂഡിൽ ആരും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ യോഗത്തിനകത്തിരിക്കുന്നവർക്കെല്ലാവർക്കും ദൈവത്തോട് ചോദിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടേക്കാം. ഇപ്പം നമ്മുടെ വിഷയമായിട്ട് വരിക, കഴിഞ്ഞ 17 ദിവസമായി നമ്മൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. യോഗം തീരുന്നതിനേക്കാൾ മുമ്പ്
കർത്താവെ, എൻ്റെ ഇന്ന കാര്യത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണമേ, എൻ്റെ ഇന്ന വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണമേ എന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം ഈ വാക്യത്തിൽ കാണാം. ദൈവത്തിൻ്റെ സ്വഭാവം എന്താ? ദൈവത്തിൻ്റെ സഭ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തോട് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന കാര്യത്തിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവം ചോദിക്കുന്നതല്ല തരുന്നത്, ചോദിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ അത്യന്തം പരമാ തരുന്നത്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തോടൊരു കാര്യം ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്നതല്ല, ദൈവം ആ കാര്യത്തിനകത്ത് സ്തോത്രം ബോധ്യപ്പെട്ടാൽ, ദൈവത്തിന് മനസ്സിലായാൽ ഈ സഭ ചോദിക്കുന്നത്, ഈ മനുഷ്യൻ ചോദിക്കുന്നത്, ഈ മകൾ ചോദിക്കുന്നത് അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ന് ദൈവത്തിന് തോന്നി ദൈവം അത് അപ്രൂവ് ചെയ്താൽ, അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ചോദിച്ചത് കൊടുക്കാനല്ല, ചോദിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം. സ്തോത്രം. അതാണ് പ്രാർത്ഥനയുടെ മറുപടിയുടെ സ്വഭാവം. പ്രാർത്ഥിച്ചതൊരു പക്ഷേ ജീവിക്കാൻ ഒരു ജോലിയായിരിക്കാം, പക്ഷെ ദൈവം തരുന്നതായിരിക്കുകയല്ല. സ്തോത്രഹല്ലേലൂയ. പ്രവാചക ശിഷ്യന്റെ ഭാര്യ 2 കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി വീട്ടിൽ ആള് വന്നിരിക്കുമ്പോൾ അവൾ ചോദിച്ചത്, ദൈവമേ കടം മാറണമെന്നാ ചോദിച്ചത്. പക്ഷെ ദൈവം കൊടുത്തത് കടം മാറാനല്ല, ബാക്കി കൊണ്ട് ഉപജീവനം കൂടി കഴിച്ചോളാനാണ്. ദൈവത്തിന്റെ സ്വഭാവം ചോദിക്കുന്നത് കൊടുക്കലല്ല, ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം കൊടുക്കലാണ്. സ്തോത്ര ഹല്ലേലൂയ. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ആ വാക്യത്തെ നമ്മൾ ഇങ്ങനെ കാണണം, ഇങ്ങനെ വിവേചിച്ച് മനസ്സിലാക്കണം. ഞാൻ ദൈവത്തോട് അല്ലെങ്കിൽ സഭ ദൈവത്തോടൊരു കാര്യം ചോദിക്കുന്നു, ചോദിച്ച കാര്യം ദൈവസന്നിധിയിലെത്തുന്നു. ദൈവമായ കർത്താവ് അത് സ്തോത്രം പരിശോധിച്ചിട്ട്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ദൈവത്തിന് അങ്ങനെ പരിശോധിക്കേണ്ട കാര്യമില്ല, പരിശോധിച്ചിട്ട് ദൈവം അത് അനുവദിക്കുന്നു. അങ്ങനെ അനുവദിക്കുമ്പോൾ അനുവദിച്ച കാര്യം ഇവിടെ നമ്മളിൽ നടത്തിപ്പിൽ വരുത്തുന്നത് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണെന്ന്. അങ്ങനെയല്ല വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പം നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ, ആ ചോദിച്ച കാര്യം ദൈവം അനുവദിക്കുമ്പോൾ, അനുവദിച്ച കാര്യം നമ്മളിൽ നടത്തിപ്പിൽ വരുത്തുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. സ്തോത്രം. എന്താ? ദൈവത്തിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ കാര്യത്തിലും ദൈവാത്മാവിൻ്റെ സഹായം ഉണ്ടെങ്കിലേ പറ്റൂ. കാരണം സ്വർഗം അനുവദിച്ചാലും നിന്നെ കൊണ്ട് അനുഭവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്നൊരു വ്യാപാരം എവിടെയുണ്ട്? സ്തോത്രം. പല പ്രാർത്ഥനകളും പല മറുപടികളും പല അനുഭവങ്ങളും ദൈവമായ കർത്താവ് നമുക്ക് അനുഭവിക്കാൻ തന്നാലും സാത്താൻ സമ്മതിക്കുകയില്ല. അപ്പൊ അതിനെ വെട്ടിക്കൊണ്ട് ദൈവം അനുവദിച്ച കാര്യം നമ്മിൽ നടത്തിപ്പിൽ വരുത്തുന്നത് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലവും നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ശരിക്കും വ്യാപരിക്കാൻ, സഭയ്ക്കകത്ത് വ്യാപരിക്കാൻ, ഞാൻ ഇങ്ങനെ ആളുകളോട് പറയാറുണ്ട്, നിന്റെ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനകളുടെ മറുപടി സാധ്യമാകില്ല. കാരണം സ്വർഗം പറയുന്ന മറുപടികൾ ഇവിടെ സാധിപ്പിക്കുന്നത് വ്യാപരിക്കുന്ന ശക്തിയാണ്. സഭയിൽ വ്യാപരിക്കുന്നൊരു വ്യാപാര ശക്തിയുണ്ട്. ആ വ്യാപാര ശക്തിയാണ് പ്രാർത്ഥനയുടെ മറുപടികളെ നമ്മളിൽ സ്ഥാപിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ, ആത്മവ്യാപാരം നമ്മളിൽ സംഭവിക്കുമ്പോൾ, ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് തരുമ്പോൾ, ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറയുമ്പോൾ, ഇതെല്ലാം പർപ്പസ്ലി ഓരോരോ കാര്യങ്ങൾക്ക് ദൈവമായ കർത്താവ് നമ്മളെ വേർതിരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആളത്വം തന്നെ മാറിപ്പോകും. സ്തോത്രം. ഗലീലക്കാരാണ് നിറഞ്ഞത്. അവരെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ യാതൊരു അഭിപ്രായം ഉണ്ടായില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നത് ഇങ്ങനെയാ, ഗലീലയിൽ നിന്നൊരു പ്രവാചകൻ എഴുന്നേറ്റിട്ടുണ്ടോ? അപ്പൊ യാതൊരു അഭിപ്രായമില്ലാത്ത, ജനസമ്മതിയില്ലാത്തൊരു കൂട്ടരായിരുന്നു യഹൂദന്റെ മുമ്പിൽ ഗലീലക്കാർ. അവരെയാണ് അപ്പോസ്തലപ്രവൃത്തി 2 വായിക്കുന്നു, ഇവരെല്ലാവരും ഗലീലക്കാരല്ലയോ? അപ്പോൾ ആത്മാവിൽ നിറച്ചത് ഗലീലക്കാരെയാണ്. അവരാണ് ലോകം മുഴുവൻ ഈ ശിഷ്യന്മാരെല്ലാവരും പോയി കീഴ്മേൽ മറച്ചത്. ഇന്ന് രാത്രി ഞാനിങ്ങനെ കൺകൂടിയുമ്പോൾ ഇങ്ങനെ പറയാം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളെ, സ്തോത്രം, നമ്മുടെ പരിമിതികളെ പൊട്ടിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിന്നെ മുമ്പിൽ ജീവിക്കാൻ സമ്മതിക്കാത്ത തടസ്സങ്ങളെ, സ്തോത്രം, ആത്മാവിൻ്റെ അഭിഷേകം തകർത്ത് കളയും.
ആത്മശക്തി പ്രാർത്ഥനയുടെ മറുപടികൾ മുഴുവൻ തടഞ്ഞു വെക്കുന്ന ശക്തിയുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനയുടെ മറുപടി മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ എത്തിക്കുന്നത് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. സ്തോത്രം. ദൈവാത്മാവിന്റെ ശക്തിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ആത്മാവിന്റെ നിറവും ഇതെല്ലാം നമ്മുടെ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ആവർത്തിച്ച് നമ്മുടെ മേൽ വന്നുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി ഈ യോഗത്തിലിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തിന് തോന്നുകയാണ്, നിനക്കെതിരെ നിൽക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ ഇല്ലാതാക്കാൻ. സ്തോത്രം. നിന്നെ വചനം പഠിപ്പിച്ചാൽ പോരാ, നിന്നെ അഭിഷേകം ചെയ്യണമെന്ന് ദൈവത്തിന് തോന്നിയാൽ ആ അഭിഷേകം ഈ യോഗം കഴിയുമ്പോൾ നീ നടന്നു പോകുമ്പോൾ ചില വിഷയങ്ങൾ താഴെ വീഴും. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ സംഭവിപ്പിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഈ രണ്ട് ആളുകളെ യേശുക്രിസ്തു അയച്ചപ്പോൾ സ്തോത്രം കർത്താവ് അവർ മടങ്ങി വന്നപ്പോൾ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയുണ്ട്. സ്തോത്രം. സാത്താൻ മിന്നൽ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടു. ദൈവം നിയോഗിച്ച് അധികാരപ്പെടുത്തി അയക്കുന്ന ഒരാള് സ്തോത്രം നടന്നു പോകുമ്പോൾ സിംഹാസനമിട്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ വെട്ടേറ്റ് താഴെ വീഴുന്നത് പോലെ താഴെ വീഴുമെന്നല്ലേ ആ വാക്യം നമ്മളോട് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരവും പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനവുമെല്ലാം സ്തോത്രം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായപ്പോൾ വിവിധ നിലവാരത്തിൽ നമ്മളിൽ ദൈവമായ കർത്താവ് തന്നു. ദൈവത്തിൻ്റെതാക്കാൻ, നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി ജീവിക്കുമ്പോൾ, മുന്നോട്ട് ജീവിക്കുമ്പോൾ സ്തോത്രം നമ്മളെ ജയാളികളാക്കാൻ വേണ്ടി ആത്മാവിൻ്റെ അഭിഷേകവും ആത്മാവിൻ്റെ നിറവും ആത്മാവിൻ്റെ ശക്തിയും ദൈവം തന്നുകൊണ്ടിരിക്കും. സ്തോത്ര. ഹല്ലേലൂയ. അത് ആവർത്തിച്ച് തന്നുകൊണ്ടിരിക്കും. നാളെ ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ ഈ കാര്യത്തെ തരണം ചെയ്യാനൊരു നിറവ് എനിക്ക് തരണം, ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനൊരു അഭിഷേകം എനിക്ക് തരണം. എൻ്റെ ദൈവമേ ഈ കാര്യത്തെ സ്തോത്ര ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ജയിച്ചെടുക്കാനുള്ളൊരു ശക്തി എൻ്റെ മേൽ വ്യാപരിക്കണം. അതിന് വിധേയപ്പെടാൻ സഭയ്ക്കകത്ത് വ്യാപരിക്കാൻ തുടങ്ങിയാൽ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നിന്റെ സഭയ്ക്കകത്ത് അയക്കാൻ തുടങ്ങും, നിന്റെ വീടിനകത്ത് അയക്കാൻ തുടങ്ങും. ആത്മാവിന് പകരാൻ തുടങ്ങിയാൽ മുള്ളും പറക്കാരയ്ക്കും പിന്നെ സ്ഥാനമില്ലാതെയാകും. അത് മുളച്ചു നിന്ന സ്ഥലം പൂന്തോട്ടം പോലെയാകും, മരുഭൂമി ഉദ്യാനമാകും. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ദൈവം മാറ്റും. അതിന് പരിശുദ്ധാത്മാവിന് അധികാരവും കഴിവുമുണ്ടെന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം വിജയിപ്പിക്കാൻ കഴിയില്ല. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം? എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്? എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി? ഏറെക്കുറെ ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷെ പർപ്പസ്ലി ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശത്തിലൂടെ ഉള്ളതാണ്. സ്തോത്രം. പഴയ നിയമകാലത്ത് അഭിഷേകം പകർന്നിരുന്നത് പ്രവാചകന്മാർക്ക്, സ്തോത്രം, പുരോഹിതന്മാർക്ക്, രാജാക്കന്മാർക്ക്, ഇങ്ങനെ അധികാരസ്ഥരായിരിക്കുന്ന ആളുകളുടെ മേലാണ് അഭിഷേകം ദൈവം പകർന്നിരുന്നത്. സ്തോത്രം. പുതിയ നിയമത്തിനകത്തും ദൈവമായ കർത്താവ് ദൈവം ഉപയോഗിക്കാൻ വേണ്ടിയിരിക്കുന്നവർക്കായി പകരപ്പെടുന്ന ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവാത്മാവിൻ്റെ നിറവ്, ആത്മശക്തി, ഇത് മൂന്നും ആരിൽ ഇറങ്ങി വരുന്നോ അവരെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങും. എത്ര പേര് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്ര. ഹല്ലേലൂയ. ഒരാത്മമുദ്രയിലും സ്തോത്രം, ഒരാത്മീയ അച്ചാരത്തിലും ഒരാത്മസ്നാനത്തിലും ഒക്കെ നിന്നാൽ നമുക്ക് സഭയ്ക്കകത്ത് തുടരാം. സ്തോത്രം. ചിലപ്പോൾ നിത്യതയിലും എത്താം. പക്ഷെ ഈ ലോകത്തിൽ പോരാട്ടമുണ്ട്, ഈ ലോകത്തിൽ എതിരാളിയുണ്ട്, ഈ ലോകത്തിൽ നിന്നെ തറപറ്റിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തിയുണ്ട്. അതിനെ ജയിക്കാനാണ് ദൈവമായ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യുന്നത്. അതിനെ ജയിക്കാനാണ് നിന്റെ മേൽ ശക്തിയെ പകരുന്നത്. അതിനായിട്ടുള്ളൊരു നിറവ് ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ചോദിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? സ്വർഗം അത് തരാൻ വിശ്വസ്തനാണ്. ഈ 17ാമത്തെ രാത്രി പരിശുദ്ധാത്മാവ് ആ വിധത്തിൽ നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിക്കാം. കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കാം. ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാം. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കുക. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ആത്മാവിനെ
ഉള്ളത്തിൻ്റെ ഉള്ളിലേക്ക് അധികമായി പകരപ്പെടുന്ന ദിവസങ്ങളായിരിക്കുക. പണ്ടങ്ങോ ദൈവാത്മാവിൽ നിറഞ്ഞു 2 കന്യഭാഷ പറഞ്ഞു എന്നതിലപ്പുറം ഈ യോഗം കഴിയുമ്പോൾ ഒരു പ്രത്യേക അഭിഷേകം എനിക്ക് തരണം. ഞങ്ങളുടെ കുടുംബം ഫേസ് ചെയ്യുന്നൊരു വിഷയമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് തലവെക്കുന്നൊരു പ്രതിസന്ധിയുണ്ട്. ഈ ഉപവാസത്തിൽ അതിനെ ജയിച്ചേ പറ്റൂ. അതിന് ദൈവമായ കർത്താവ് സെറ്റ് ചെയ്തു തരുന്ന ദൈവത്തിന്റെ ദൂതുകളാണെന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയെങ്കിൽ അത് ദൈവം എനിക്ക് തരണം, ചില വിഷയങ്ങൾ തീരണം എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിന് നിന്റെ ഒന്നും വേണ്ട. ഞാൻ എൻ്റെ ആത്മാവിനെ നിനക്ക് തരാം, ഞാൻ എൻ്റെ അഭിഷേകം നിനക്ക് തരാം. സ്തോത്രം. ദൈവത്തിന് വേണമെങ്കിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും കിരാതനായിരുന്ന ആഹാബിനെയും ഇസബേലിനെയും തകർക്കാൻ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ശക്തനായിരിക്കുന്ന ഒരു പട്ടാള കമാൻഡറെ അല്ലെങ്കിൽ മറ്റൊരു രാജാവിനെ ആയുധം കൊടുത്തു വിടായിരുന്നു. പക്ഷേ ആരും അറിയാതെ ഒരേറ്റവും താഴെ കടയിലെ പട്ടാളക്കാരനായിരുന്ന യേഹുവിനെ അഭിഷേകം ചെയ്തപ്പോൾ അവനെ കൊണ്ട് ദൈവം അധികാരിയെ തകർത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം പോഷത്വമായതിനെ തിരഞ്ഞെടുക്കും. ഇന്ന് രാത്രി നിന്റെ കഴിവ് നോക്കണ്ട, നിന്റെ ബലഹീനത നോക്കണ്ട, പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ഈ രാത്രികാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ മനസ്സിൽ ദൈവത്തോട് പറ, കർത്താവേ എനിക്കൊരു അഭിഷേകം വേണം. സ്തോത്രം. ഈ വിഷയത്തെ തരണം ചെയ്യാൻ, ഈ കാര്യത്തെ തീർത്തെടുക്കാൻ എനിക്കൊരു പ്രത്യേക നിയോഗം വേണം. അതിനുള്ള അഭിഷേകം, അതിനുള്ള നിറവ്, അതിനുള്ള ശക്തി ഈ പ്രാർത്ഥന തീരുന്നതിനേക്കാൾ മുമ്പ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നവരാരൊക്കെയുണ്ടോ അവർ ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ അഭിഷേകം, ആ ശക്തി, ഒരു അധികാരം ഉപയോഗിക്കാനുള്ള കഴിവായി സഭയ്ക്ക് മേൽ വരട്ടെ കർത്താവേ. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ അങ്ങയുടെ അധികാരത്തിൽ ഇവർ ജീവിക്കട്ടെ. വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ. ബാക്കി ദൈവം നിറവേറ്റണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ കർത്താവ്